ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. ഗുരുവായൂർ മഞ്ജരീസിൻ്റെ പ്രണാമം. കൃഷ്ണയാമത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എത്ര പേരെത്തിയെന്ന് പതിവ് പോലെ എനിക്ക് കാണുന്നില്ല. എന്നാണ് കുഴപ്പം, നെറ്റിൻ്റെ കുഴപ്പം. എത്ര പേരെത്തി നമ്മുടെ ലൈവില്? എനിക്ക് കാണുന്നില്ല. സ്റ്റാർട്ടിങ് ഞാൻ പുറത്തായതുകൊണ്ട് നേരത്തെ മഞ്ജരീസിൻ്റെ ഫോണിനായിപ്പോയി വൈഫൈ കണക്ട് ചെയ്ത്, അതുകൊണ്ടാണ് വൈഫൈ ഇതായിപ്പോയത്. എത്ര പേരെത്തി? ആരെങ്കിലും മെസ്സേജ് ഇടാമോ? താങ്ക് യു. 33 പേരെത്തിയിട്ടുള്ളൂ. ബാക്കി എല്ലാവരും എവിടെ? ഇത്രയും സമയം തന്നില്ലേ? 8:30 തുടങ്ങുന്നതുകൊണ്ട് ഞാൻ 9:10 തുടങ്ങിയത്. ഇത്രയും ടൈം കിട്ടിയില്ലേ? എന്നിട്ടും വരാൻ പറ്റില്ല. 40 പറയൂ, എത്ര പേര്? 40 ഉള്ളൂ. 44 ഓരോരുത്തർ ഇങ്ങനെ വരുന്നേ ഉള്ളൂ അല്ലേ? നമ്മുടെ ഗ്രൂപ്പിലൊക്കെ വന്നോ ലിങ്ക്? ഗ്രൂപ്പിലെ ലിങ്ക് എത്തിയോ? 48. ഓ ഗീതമ്മ, നമ്മുടെ മഹാഭാരതം കഥ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യട്ടെ. ഇല്ല, കാമിച്ച് വിട്ടിട്ട് അവളതാ മുടിഞ്ഞിരിച്ചു. എല്ലാരും പാത്താച്ച്. കൃതിക കണ്ട തലയിലൊരു കൊമ്പൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ജിമ്മിൽ പോയി തിരിച്ചു വന്നപ്പോൾ അവൾ ആ വരുന്ന വഴിക്ക് മേടിച്ചതാ. അല്ലേ, ബീച്ചിൽ വാങ്ങണം അല്ലേ? ബീച്ചിൽ പോയപ്പോൾ മേടിച്ചതാ അവള്. കുറേ നാള് മുമ്പേ. എപ്പോ വാങ്ങണേ? കഴിഞ്ഞ മാസം മെറീന ബീച്ചിൽ പോയപ്പോൾ അവള് മേടിച്ചതാ. എന്നിട്ട് അതും തലയിൽ വെച്ചുകൊണ്ട് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പുറത്തുള്ള ഫ്ലാറ്റിലുള്ളവർ എല്ലാവരും. അത് കൃതിക. എന്നിട്ട് അതും തലയിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ് അവള്. കണ്ട, ഞാനതെടുത്ത് കാണാത്തവരെല്ലാം വിളിച്ച് കാണിച്ചു. എല്ലാരും ചിരിച്ചിട്ടിരിക്കാங்க. ഞാനതെടുത്ത് എല്ലാരെയും കാണിച്ചു കൊടുക്കും. അപ്പുറത്തെ ഫ്ലാറ്റിലെ ദീപനെയും അവിടുത്തെ പ്രിയാക്കേനെയും മെഡിക്കൽ ഷോപ്പ് ആന്റീനെയും എല്ലാവരെയും വിളിച്ചിട്ട് കണ്ടു, ഇവിടെ ഒരു കൊലവറി നടക്കുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക. എന്നാലും അവൾ അതും വെച്ചോണ്ട് ഈ സ്ട്രീറ്റിലൂടെ എല്ലാം നടക്കും. അയ്യോ പോച്ച്, എല്ലാം പോയി എന്നാ പറയണേ. മാനം പോയെന്നവളുടെ. ചേരുന്നുണ്ട് മോളെ, നിനക്ക് നല്ല അഴകായിരിക്കും സുൾറ. താങ്ക് യു നമസ്തേന്ന്. അവക്ക് മഹാഭാരതം കഥയൊക്കെ നന്നായിട്ട് അറിയാം. പിന്നെ നമ്മുടെ ശ്രീല പ്രഭുപാജിയുടെ ബുക്സ് വായിക്കുന്നുണ്ട്, ബയോഗ്രഫി. അതുപോലെ തന്നെ നമ്മുടെ ഇത് ഭഗവത്ഗീത അല്ലേ, തമിഴ് ഭഗവത്ഗീത, തമിഴില്ല ഇംഗ്ലീഷ് ഭഗവത്ഗീത വായിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഞങ്ങളുടെ പണി ക്ലാസ് കഴിഞ്ഞാൽ ടെറസിൽ പോകുമ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കും, அது வச்சுக்கோன்னு சொல்கிறாங்க ஒரு ஆண்டி உங்ககிட்ட. பிரீத்தி ஆண்டி சொல்கிறேன், நீ தலையில் வச்சுக்கோ, எடுக்கவே எடுக்காத, உனக்கு ரொம்ப அழகாக இருக்குன்னு சொல்கிறேன். ஆமாம் கண்ணே, பார்த்தா தம்மன்னா மாதிரி இருக்கு, அப்படியே வச்சுக்கோ. താങ്ക്യൂന്ന് சொல்கிறாங்க. എന്നിട്ട് രാത്രി ആയി കഴിഞ്ഞാൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിങ്ങനെ ടെറസിൽ നടക്കുമ്പോൾ ഫുൾ ഗീത, അതാണ് പറയുന്നത്. മാലയൊക്കെ അയച്ചു, എല്ലാവരുടെ മാല അയച്ചു. ഗീതയൊക്കെയാണ് ആളുടെ ഫുൾ. ഗീത ഡൗട്ട്സ് കാര്യങ്ങളെല്ലാം ചോദിക്കും. നല്ല ഹൃത്തിക അല്ലേ, കൃത്തിക KRI കൃത്തിക KRITHA നന്നായിട്ട് വരയ്ക്കും. മനോഹരമായിട്ട് കൃഷ്ണനെയൊക്കെ വരച്ചിട്ടുണ്ട്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട്. ഞാൻ കാണിച്ചുതരാം, അവള് വരച്ച പെയിന്റിങ്സ് എല്ലാം കാണിച്ചുതരാം. ഭയങ്കര ഭംഗിയായിട്ട് വരയ്ക്കും, നല്ല സൂപ്പറായിട്ട് വരയ്ക്കും. അങ്ങനെയാണ് വരയ്ക്കും. പിന്നെ കുറേ ഇങ്ങനെ എന്താ പറയുക, കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. വായിക്കും, നന്നായിട്ട് വായിക്കും, ഒത്തിരി ബുക്സ് വായിക്കും. എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ചോദിക്കും, ആൻറ്റി വേറെ എന്തെങ്കിലും ബുക്സ് ഉണ്ടോ? ഇവിടെയുള്ള എല്ലാ ബുക്സിൻ്റെയും എന്നോട് പറയും, ഇവിടുത്തെ ബുക്സിൻ്റെ എല്ലാം തമിഴ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് എനിക്ക് റെഡിയാക്കി തരുമെന്ന്. നന്നായിട്ട് വായിക്കും, നന്നായിട്ട് പഠിക്കും. രണ്ടുപേരും അതെ, കൃത്തിക്കയും അതെ, അവന്തികയും അതെ, രണ്ടാളും നന്നായിട്ട് പഠിക്കും. അവർ ഫിനാൻഷ്യലി അത്രയ്ക്ക് എന്താ പറയുക ഹൈ അല്ല. അതുകൊണ്ട് അവരുടെ ഈ വർഷത്തെ ഫീസ് അവർക്ക് പേ ചെയ്യാൻ പറ്റാതെയായിട്ട് സ്കൂളിൽ നിന്ന് അവർക്ക് എക്സാം എഴുതാനുള്ള പെർമിഷൻ കൊടുത്തിട്ടില്ല. പക്ഷേ മഞ്ജരീസ് വഴി അവരുടെ ഫീസ് കെട്ടാനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. 1,19,000 റുപ്പീസ് ജാനുവരിയിൽ അത് അവർക്ക് ഞാൻ കെട്ടിക്കൊടുക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ. അപ്പം കാരണം ഓരോ കുട്ടികളുടെ ഭാവിയല്ലേ, കാരണം അവർക്ക് അച്ഛനില്ല, അതാണ് കാര്യം.
അവർ രാവിലെ ഉറങ്ങി എണീറ്റ് വന്നാൽ ഓടി വന്ന് ഞാൻ ഉറങ്ങുകയാണെങ്കിലും ശരി എൻ്റെ കവിളിലൊരു ഉമ്മ തന്നിട്ട് ആൻറ്റി ബായ് എന്നും പറഞ്ഞുകൊണ്ട് പോവും. എന്തിനും ഏതിനും നമ്മുടെ കൂടെ എല്ലാം കൂടെ ചേർത്ത് പിടിച്ച് അവരെ പഠിപ്പിച്ച ഒരു നല്ലൊരു വഴി നമ്മൾ കാണിച്ചു കൊടുക്കണം എന്ന് എനിക്ക് തോന്നി. അപ്പം ഞാൻ സ്കൂളിൽ പോയി സംസാരിച്ചു, സെൻറ്റ് തോമസ് മൗണ്ടിലുള്ള സ്കൂളിൽ പോയി സംസാരിച്ച് ജാനുവരി വരേക്കും സമയം മേടിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പേ ചെയ്ത് തരാമെന്ന് പറഞ്ഞ് അവിടെ റൈറ്റപ്സ് കൊടുത്തു. എന്നിട്ട് അവരെ എക്സാമിന് ഇരുത്തി. ഇപ്പം എക്സാം നടന്നുകൊണ്ടിരിക്കുന്നു. ഹരേ കൃഷ്ണ. അതൊക്കെ പിന്നെ പറയണ്ടെന്ന് കരുതി ഇപ്പം പറഞ്ഞു പോയതാ. ഹരേ കൃഷ്ണ. പിന്നെ വേറെ എന്താണ് വിശേഷം? 5 മിനിറ്റ് നമ്മുടെ വിശേഷങ്ങൾ പറയാനുള്ള സമയമാണ് കേട്ടോ. വേഗം പറയും. എന്താണ് 5 മിനിറ്റത്തെ വിശേഷങ്ങൾ? എന്താണ് 5 മിനിറ്റിന്റെ വിശേഷങ്ങൾ? ആർക്കൊക്കെ എന്തൊക്കെ പറയാനുണ്ട്? അമ്മുവിന്റെ മോളാണ്. மக்கா மீன்ஸ் மக்கான்னு சொல்லக்கூடாதுல்ல, டைப்பிங் மிஸ்டேக். பொண்ணுன்னு கேட்குறாங்க. மோள் 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 மீன்ஸ் இல்லை, அது ஸ்பெல்லிங் மிஸ்டேக் வந்துருச்சு. மோள் மோள் மீன்ஸ் பொண்ணு, செல்லமாக கூப்பிட்றாங்க. வாமா போமான்னு கூப்பிட்டுல, அதுதான். പിന്നെ എന്തെങ്കിലും എനിത്തിങ് എൽസ്? എല്ലാവരും ഗുരുവായൂർ മഞ്ജരീസിന്റെ പേജ് ഫോളോ ബട്ടൺ പ്രസ് ചെയ്താണോ നമ്മുടെ ഫേസ്ബുക്ക് പേജിന്റെ? ഫോളോ ബട്ടൺ പ്രസ് ചെയ്തിരുന്നോ? ക്ലാസ് വളരെ നന്നായിട്ടുണ്ട്, താങ്ക് യു. ഈ ക്ലാസ് കേട്ട് തുടങ്ങിയ പിന്നെ ടെൻഷൻ ഇല്ല മാതാജിന്ന്. രാജീവ് മാതാജി ഹാപ്പി. എനിക്ക് കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്, അതാണ് വേണ്ടത്. നമ്മളെപ്പോഴും നല്ല കൃത്തിക ഹരേ കൃഷ്ണ சொல்றாங்க. ஷீபாண்டி ஹரே கிருஷ்ணா. ஷீபாண்டி வந்து ആൻറ്റി ഊരിൽ കേരളയിൽ കാലിക്കറ്റിൽ. അവളിപ്പോ വരുന്നുണ്ട് ഗുരുവായൂർക്ക് എൻ്റെ കൂടെ തൊഴാൻ വേണ്ടി. കാലുവേദന ഓൾമോസ്റ്റ് മാറി, പക്ഷെ എൻ്റെ ഫസ്റ്റ് വിരൽ ഇങ്ങനെ ഭയങ്കര, ഞാൻ പറഞ്ഞില്ലേ മരവിച്ചിരിക്കുകയാണ്. അപ്പം ഇന്ന് പോയി എക്സ്റേ എടുത്തു. എനിക്ക് ഡോക്ടറിനെ റിസൾട്ട് കാണിക്കാൻ പറ്റില്ല, അപ്പോഴേക്കും അദ്ദേഹം പോയി. അപ്പം നാളെ കാണിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നാളെ കാണിച്ചിട്ട് അറിയാൻ പറ്റും. എന്തെങ്കിലും വെയിന്, ചെറിയ വെയിനോ മറ്റോ അത് തട്ടിയിട്ടുള്ളത് കൊണ്ടാവാം, ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാത്തതുകൊണ്ട് അവിടെ ഇങ്ങനെ ഒരു മരവിപ്പെന്ന് ഡോക്ടർ ഒരു സജഷൻ പറഞ്ഞു. ഇനി നാളെ നോക്കാമെന്ന് പറഞ്ഞു. അല്ലാതെ പെയിനൊന്നുമില്ല, അത് മാറും. പിന്നെ എല്ലാവരും ഫോളോ ബട്ടൺ പ്രസ് ചെയ്യണം കേട്ടോ. നമ്മുടെ മഞ്ജരീസിൻ്റെ ക്ലാസ്സുകളെല്ലാം മാക്സിമം ഷെയർ ചെയ്യണം. സമയത്തിന് ഭക്ഷണം കഴിക്കണം, ധാരാളം വെള്ളം കുടിക്കണം, വാമപ്പ്, അറ്റ്ലീസ്റ്റ് വാമപ്പ് എങ്കിലും ചെയ്യണം, എക്സസൈസ് ചെയ്യണം, നന്നായിട്ട് വ്യായാമം ചെയ്യണം. പിന്നെ ടെൻഷൻലെസ് ആയിരിക്കണം, ഓവറായിട്ട് ടെൻഷൻ അടിക്കരുത്. ടെൻഷൻ അടിക്കുമ്പോൾ നമ്മുടെ എന്താ പറയുക, ഒരു ശരീരത്തിൽ ഇങ്ങനെ കുറേ നെഗറ്റീവ് ഹോർമോൺസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റൂ. ശരീരം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഓക്കെ, ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റൂ. കാരണം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സുജി മാതാജി പറയുന്നു ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ നല്ല സന്തോഷം. സൂപ്പർ. നമ്മുടെ ശരീരം ഇല്ലെങ്കിൽ നമ്മളെ ആർക്കും വേണ്ട, മനസ്സിലായില്ലേ? നമ്മളെ ശരീരം ഉള്ള കാലം വരേക്കും എല്ലാവർക്കും നമ്മളെ വേണം. എന്തിനാ പ്രീതി മാതാജി ടെൻഷൻ അടിക്കുന്നത്? ടെൻഷൻ അടിക്കണ്ട. ഓക്കെ. ശ്രീകുമാരി മാതാജി, ഞാൻ മഞ്ജരീസിലെ കുറച്ച് പേരെ സ്വപ്നം കണ്ടു. ഞാൻ അവരെ കണ്ടിട്ട് പോലുമില്ല. തിരുപ്പതിക്ക് പോകുന്ന കാര്യമാണ് പറയുന്നത്. നമുക്ക് പോകാം, തിരുപ്പതിക്ക് പോകാം. ഞാൻ സംസാരിച്ചിട്ടുണ്ട് ടിക്കറ്റ് തരുന്ന ആളിനോട്. അമ്മൂന് ഐസ്ക്രീം മേടിച്ചു കൊടുത്തു. 20 രൂപയുടെ ഐസ്ക്രീം മേടിച്ചു കൊടുത്തിട്ടുണ്ട്. 20 rupees. 20 രൂപ ஐஸ்கிரீம் வாங்கி கொடுக்க உங்க அம்மாக்கு கொடுத்துருக்கு. அவங்க கேட்குறாங்க ஐஸ்கிரீம் வாங்கி கொடுத்தீங்களான்னு கேட்குறாங்க. 20 rupees, 20 rupees அந்த ஐஸ்கிரீம்க்கு. மம்மி സാലറി പണ അതേ കൊടുത്തിരുന്നു ഐസ്ക്രീം. ആമാ. അപ്പം എന്ത് ചെയ്യണം എന്ന് ഓർത്ത് കഴിഞ്ഞാൽ നമ്മൾ ടെൻഷൻലെസ് ആയിട്ടിരിക്കണം. ഒരിക്കലും ടെൻഷൻ അടിച്ചിരിക്കരുത്. നമ്മുടെ ജീവിതമാകുമ്പോൾ പല പല പ്രശ്നങ്ങൾ വരും. ഞാൻ എന്നും പറയാറില്ലേ ക്ലാസ്സിൽ, എനിക്കുമുണ്ട് ഒരുപാട് ടെൻഷനുകൾ. ഓക്കെ, ഒത്തിരി പ്രോബ്ലംസ് എനിക്കുമുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അതെ, അപ്പോൾ കാരണം നമുക്ക് ചുറ്റും പ്രശ്നങ്ങൾ വരും. പക്ഷെ നമ്മൾ ആ പ്രശ്നങ്ങളെ എങ്ങനെ നേരിടുന്നു എന്നുള്ളതിലാണ്, എങ്ങനെ നമ്മൾ ആ പ്രോബ്ലംസിനെ ഫേസ് ചെയ്യുന്നു, അവിടെയാണ് നമ്മുടെ വിജയം. മനസ്സിലായില്ലേ? എങ്ങനെ ഫേസ് ചെയ്യുന്നു. ഈ ലോകത്ത് ഞാൻ നിങ്ങളോട് പറയാം, ആരും നമ്മുടെ തലവെട്ടി കളയില്ല. ഒരാളും നമ്മുടെ തലവെട്ടി കളയില്ല. ഇല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ നമ്മൾ പറയാൻ പഠിക്കണം. അതിൻ്റെ പുറത്ത് നമ്മൾ ടെൻഷനായി, ഉറക്കമില്ലാതെ, പിന്നെ ഉറങ്ങാൻ വേണ്ടി വല്ല ടാബ്ലറ്റ് എടുത്ത്, പിന്നെ അത് കിഡ്നിക്ക് എഫക്റ്റായി, ഹാർട്ടിന് എഫക്റ്റായി, പിന്നെ അതിന് വേണ്ടി നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്ത്, അതിന് പൈസ ഇല്ലാതെ ടെൻഷനായി, പിന്നെ ആ ടെൻഷൻ നമ്മൾ നമ്മുടെ മക്കളോട് കാണിച്ച്, ഹസ്ബൻഡിനോട് കാണിച്ച്, ഫ്രണ്ട്സിനോട് കാണിച്ച്, നമ്മളെ ആർക്കും
എന്താ പറയാ, നമ്മളെ അങ്ങനെ ആർക്കും നമ്മളെ കേൾക്കാൻ ആരും ഇല്ല, അങ്ങനത്തെ ഫീലിങ്സ് ഒക്കെ നമുക്ക് വരും. മനസ്സിലായില്ലേ? നമ്മളെ കേൾക്കാൻ ആരും ഇല്ല, നമ്മളുടെ വിഷമം മനസ്സിലാക്കാൻ ആരുമില്ല, നമ്മൾ പറയുന്നത് മനസ്സിലാക്കാൻ ആരുമില്ല, അങ്ങനെയൊക്കെ കുറേ ചിന്തകൾ നമുക്ക് വരും. അപ്പൊ ആ ചിന്തകളൊന്നും നമുക്ക് വേണ്ട. നിങ്ങളുള്ളത് മഞ്ജരീസിലാണ്. മനസ്സിലായി? ഇപ്പം ഞാൻ പറയാം, എനിക്ക് തന്നെ എന്തോരം ഗോസിപ്സ് ഞാൻ തന്നെ കേട്ടു. ഞാൻ അതിലെല്ലാം പോയി ഫെഡപ്പായി ഇങ്ങനെ വിഷമിച്ച് ഒരു ഭാഗത്ത് ഇരിക്കുകയാണെങ്കിൽ അതിനെ സമയം കാണും. മനസ്സിലായില്ലേ? നമ്മൾ തളർന്ന് വീഴുന്നത് നമ്മളുടെ മുന്നോട്ടുള്ള ഓരോരോ പടികൾക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഒരു ചെറിയ കുട്ടിയെ നിങ്ങൾ നോക്കൂ. ആ കുട്ടി ഒരിക്കലും ജനിച്ചു വീഴുമ്പോൾ നടക്കാൻ പഠിക്കുന്നില്ല. ഈ സുധീനെ ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് മെസ്സേജ് ആയിട്ടിരിക്കുന്നു, ഇന്ന് ക്ലാസ് ഇല്ലേന്ന്. ഇവിടെ ലൈവ് തുടങ്ങിയിട്ട് ആൾ അവിടുന്ന് മെസ്സേജ് അയക്കാം, ക്ലാസ് ഇല്ലേന്ന്. നോക്കണേ. சுதி அங்கிள் இருக்குல்ல, ஆன்டி சொன்னேன் அன்னைக்கு ஆப்ரேஷன் பண்ணன்னு சொன்னேன்ல, அவர் கேட்குறாரு இன்னைக்கு கிளாஸ் இல்லை அப்படின்னு சொல்லிட்டு பர்சனல் மெசேஜ் போட்டிருக்காங்க. அப்போ லைவ்ல வந்து பார்க்குறேன், கிளாஸ் தானே நடக்குன்னு. ஆமாம், கிருத்திகா ரீடிங் வந்து நல்ல ஒரு இது என்ன சொல்கிறது, நல்ல ஒரு ஹேபிட்னு சொல்கிறாங்க ஷீபாண்டி. தேங்க்யூ சொல்கிறாங்க. അപ്പം നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, பிரசன்னா ஆண்டி இருக்குல்ல, பிரசன்னா ராதாகிருஷ்ணன் சொல்லிட்டு ஒரு ஆண்டியை பற்றி சொன்னல, அவங்க சொல்கிறாங்க நைட்டு வந்து டின்னர் எடுக்கனாலும் பிரச்சனை இல்லை, கிளாஸ் கேட்டால் போதும், ரொம்ப சாட்டிஸ்ஃபேக்ஷன். சூப்பர். ஆமாம், கரெக்ட். അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ഓർത്ത് കഴിഞ്ഞാൽ, ശ്രീലത അനിൽ சொல்லிட்டு ഒരു ആൻറ്റി இருக்கு, ഇവള് നമ്മളുടെ എല്ലാ മെസ്സേജും ചെക്ക് ചെയ്യും. അപ്പോൾ எல்லாவரையும் மோஸ்ட்லி அறியாம். அவர் என்ன சொல்கிறேன்னா, ஒரு பாசிட்டிவ் எனர்ஜி கிடைக்குதுன்னு சொல்கிறாங்க. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് ഓർത്ത് കഴിഞ്ഞാൽ, നമ്മളെ ജീവിതത്തിൽ നമ്മളെ ആരൊക്കെയാണോ തെറ്റായിട്ട് സംസാരിക്കുന്നത്, നമ്മളെ ആരൊക്കെയാണോ വേദനിപ്പിക്കുന്നത്, അവരോടാണ് നമ്മൾ താങ്ക്ഫുൾ ആയിരിക്കേണ്ടത്. മനസ്സിലായില്ലേ? നമ്മൾ അവരോടാണ് താങ്ക്ഫുൾ ആയിരിക്കുന്നത്. കാരണം എന്താണെന്നറിയോ, അവർക്ക് നമ്മളെ മനസ്സിലായിട്ടില്ല. നമ്മൾ എന്താണ് കണ്ണാ കൃതിക കൃതികാவை കാണിക്കുമാന്ന് കേൾക്കുறாங்க. കൃതികാவை ഏയ് கொஞ்சம் ஃபேஸ் காமியே. അവള് സഞ്ജുവിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. +2 എക്സാം അല്ലേ. ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു അമ്മു. പക്ഷേ കൃതികയ്ക്ക് കുറച്ച് ഫിക്സിന്റെ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അവളിങ്ങനെ പെട്ടെന്ന് ഫിക്സ് വന്ന് താഴെ വീഴും. അപ്പോൾ എന്താ പറയാ, നെറ്റ് റീചാർജ് ചെയ്യും സുജിത് പ്രഭു. അപ്പം എന്താ പറയാ, പോസ്റ്റൊക്കെ നോക്കണ്ടേ, അല്ലാണ്ട് നമ്മൾ വെറും ക്ലാസ് എടുത്ത് പോകുന്നതിൽ ഒരു അർത്ഥമില്ലല്ലോ. എനിക്ക് മഹാഭാരതം മാത്രം എടുത്ത് പോകണമെങ്കിൽ അങ്ങനെ എടുത്ത് പോകും, അതിലൊരു രസമില്ല. അങ്ങനെ നമ്മൾ ക്ലാസ് എടുക്കാറില്ല. അപ്പം അവൾക്ക് കുറച്ച് ഫിക്സിന്റെ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അതൊക്കെ വലിയ വലിയ ഹിസ്റ്ററിയാണ്, എനിക്ക് ലൈവിൽ പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങളാണ് അമ്മുവിൻ്റെ ജീവിതത്തിൽ. അപ്പം അത് കാരണം പിന്നെ ഇതോ അടുത്ത ആളും വന്നിട്ട് ഓടിപ്പോയിട്ടാണ്. അടുത്ത ആൾ വന്നു, അടുത്ത ആൾ ഓടിപ്പോയി, അവന്തിക. അപ്പം അവളുടെ ലൈഫിൽ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ലൈവിലിരിക്കും ചൊല്ല അവന്തി അങ്ങനെ പെട്ടെന്ന് ഫിക്സായി താഴെ വീണ് പോവും. പിന്നെ കുറേ എന്താ പറയുക, കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം അവൾ ഓവർകം ചെയ്ത് വരികയാണ്. അപ്പം അങ്ങനെയൊക്കെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ട് പിന്നെ അമ്മുവിന് ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ. അമ്മ പോയിരുന്നു ജോലിക്ക്, എപ്പോഴും ഇങ്ങനെ സ്കൂളിലേക്ക് തന്നെ ഓടേണ്ട ഒരു അവസ്ഥയായപ്പോഴത്തേക്കും പിന്നെ ജോലിയിൽ നിർത്തി. അപ്പോഴാണ് നമ്മുടെ മഞ്ജരീസിന്റെ വർക്ക് മൊത്തത്തിൽ ഞാൻ ഏൽപ്പിച്ചത്. അപ്പോൾ അവരുടെ ഫാമിലി ഇപ്പം നന്നായിട്ട് ഡെവലപ്പായിട്ട് വരുന്നു. കുറേ ബാധ്യതകൾ ഉണ്ടായിരുന്നു, മക്കൾക്ക് ഫീസ് കെട്ടിയതിൻ്റെ ഒക്കെ. അത് കാരണം ഒറ്റയ്ക്കൊരു സ്ത്രീയല്ലേ അവള്, അതെല്ലാം അവളിങ്ങനെ സോൾവ് ചെയ്ത് വരുന്നു. ഒത്തിരി ഒരാൾക്കെങ്കിലും ഒരു കുടുംബത്തെയെങ്കിലും നമ്മൾക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനെ അവർ മാത്രമല്ല, പച്ചക്കറി കട്ട് ചെയ്യുന്നതും പാക്കിങ്ങിനും അതുപോലെ പാത്രം കഴുകാനും എല്ലാത്തിനും ഒത്തിരി പേർക്ക് എന്താ പറയുക ഒരു ഇത് കിട്ടി. ബിന്ദുമ്മ താഴെ പോയി. ഇല്ല, ഹസില്ല, ബിന്ദുമ്മ താഴെ പോയി. അങ്ങനെയൊക്കെ കുറെ. ആൻറ്റിക്ക് കൊഞ്ചം ഒരു ഗ്ലാസ് എടുത്തിട്ട് വെക്കണ. ഹസില്ല, അവർ വേറെ കല്യാണം കഴിച്ചു പോയി. അതാ ഞാൻ ഗ്ലാസ് എടുക്കാൻ വിട്ടത്. അമ്മ കുറേ സഫർ ചെയ്തിട്ടുണ്ട്, കുറച്ചും ചില്ലറയില്ല, ഒത്തിരി ഒരുപാട്. കോക്രോച്ചാ അത് പോയിടും. ഓഹോ, അതെങ്കിരുന്ന് വന്ന് നമ്മ പാപ്പോ. ഇപ്പം അവർ ഭയങ്കര ഹാപ്പിയാണ്. എന്താ മരുന്ന് ഞാൻ പറഞ്ഞുതരാം, ശിവ മാതാജി പറഞ്ഞുതരാം. അതെ, ഭയങ്കര പാവം, നന്നായി പഠിക്കും. ഫുൾ A+ ആണ്, ഫുൾ A+. ഒരെണ്ണത്തിൽ പോലും കുറയാതെ A+. പക്ഷെ എക്സാം എഴുതാൻ പറ്റാതെ നിന്നപ്പം നമ്മൾ അതിൽ ഇടപെട്ടതാണ്. അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാലോ. ഗുരുവായൂർ മഞ്ജരീസിൻ്റെ
രാത്രി 8:30 മണിക്കുള്ള ക്ലാസ് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചില ദിവസങ്ങളിൽ ലേറ്റാക്കി 9:10 എന്നാലും ഞങ്ങൾ എല്ലാവരും ക്ലാസ് എടുക്കും. ദിവസേന 8:30 മണിക്കാണ് ഞങ്ങളുടെ ക്ലാസ്. കൃഷ്ണയാമത്തിലൂടെ മഹാഭാരതവും പ്രഭാത മഞ്ജരിയിൽ രാവിലെ 10 മണി, ചില സമയങ്ങളിൽ മാത്രം 10:30 ഗീത ക്ലാസ്സുമാണ് പോകുന്നത്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് സൺഡേ ക്ലാസ് എടുക്കാറുണ്ട്. പിന്നെ ദിവസേന ഉച്ചയ്ക്ക് നമ്മൾ 51 പേർക്ക് അന്നദാനം കൊടുക്കുന്നു. ഗുരുവായൂർ മഞ്ജരീസ് കോൺടാക്ട് നമ്പർ 9342494941 9342 49 41. ഗുരുവായൂർ മഞ്ജരീസിലൂടെ നിങ്ങൾക്ക് ഗുരുവായൂർ തൊഴാൻ വരുന്ന സമയത്ത് ആർക്ക് വേണമെങ്കിലും റൂം ബുക്ക് ചെയ്യാവുന്നതാണ്. എങ്ങനെ നിങ്ങൾ ഗുരുവായൂർ ഫാമിലി ആയിട്ട് വരികയാണെങ്കിലും ദയവായി ഈ മഞ്ജരീസിന്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. വരുന്നതിൻ്റെ തലേ ദിവസം വിളിച്ചാൽ റൂം കിട്ടില്ല. വരുന്നതിൻ്റെ ഒരു 1 വീക്ക് മുമ്പേ അല്ലെങ്കിൽ ഒരു 2-3 ദിവസം മുമ്പേ നിങ്ങൾ റൂം ബുക്ക് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് റൂം തരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ക്ലാസ് കാണുന്ന എല്ലാവരും നമ്മൾ അവിടെ റൂം ഫെസിലിറ്റീസ് യൂസ് ചെയ്തതിന് ശേഷം നേരെ അതിൻ്റെ പേജിൽ കയറിയിട്ട് ഒരു റിവ്യൂ കൂടെ പോസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. ഹരേ കൃഷ്ണ. വേറെ വിശേഷമൊന്നുമില്ലല്ലോ? താങ്ക് യു സർ. നാരായണൻ കുട്ടി സർ, താങ്ക് യു സോ മച്ച്. നല്ല മക്കളാണ്. നല്ല മക്കൾ എന്ന് പറഞ്ഞാൽ നല്ല മക്കളാണ്. എനിക്ക് എന്തെല്ലാം ഹെൽപ്പ് അവർ ചെയ്തിരുന്നത്. നിങ്ങൾക്കിപ്പോൾ ഇത്രയും സാധനങ്ങൾ, എനിക്കൊരു 150-160 സാധനങ്ങൾ പാക്ക് ചെയ്യാൻ പറ്റിയത് തന്നെ അവരുടെ ഹെൽപ്പ് കൊണ്ടാണ്. അവർക്ക് മലയാളം വായിക്കാൻ പോലും അറിയില്ല. എന്നിട്ടും അവരിരുന്ന അഡ്രസ്സൊക്കെ ഇംഗ്ലീഷിലുള്ളതൊക്കെ നോക്കി തപ്പി പിടിച്ച് അവരെങ്ങനെയെങ്കിലുമൊക്കെ പാക്ക് ചെയ്ത് എല്ലാം നോട്ട് ചെയ്ത് വലിയ ഹെൽപ്പായിരുന്നു എനിക്ക്. അത്രയും വെയിറ്റുള്ള സാധനങ്ങളൊക്കെ പിടിച്ച് താഴെ കൊണ്ടുവന്ന് ഫുഡൊക്കെ പാക്ക് ചെയ്താൽ നല്ല വെയിറ്റാണ്. പിന്നെ അരിയും ചാക്കും ഞങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത്, പിന്നെ പച്ചക്കറിയും ചാക്കും കൊണ്ടുവരുമ്പോൾ വെള്ളം ബോട്ടിൽസ് ഭയങ്കര വെയിറ്റാണ്. ഒരു 24 വെള്ളത്തിൻ്റെ കേസ്. അതെല്ലാം ഈ കുട്ടികൾ ഞങ്ങളെല്ലാവരും കൂടെ പൊക്കിയെടുത്ത് അപ്പുറത്തുള്ള ദീപൻ, താഴെയുള്ള അബി, അങ്ങനെ ഒത്തിരി പേര് ഞങ്ങളെല്ലാവരും കൂടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഗുരുവായൂർ മഞ്ജരീസിന് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവാൻ വേണ്ടി അവരെപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. യാതൊരു വിധത്തിലും ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹത്തോടെ അവർ നമ്മുടെ കൂടെ നിൽക്കുന്നു. മഞ്ജരീസ് അവരെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. ഹരേ കൃഷ്ണ. പിന്നെ ഇന്ന് നമ്മുടെ കിച്ചൂട്ടനും ശ്രീമതി രാധാറാണിക്കും ഹാരമണിഞ്ഞിരിക്കുന്നത് നമ്മുടെ കൃഷ്ണ പുണർദം നക്ഷത്രമാണ്. കൃഷ്ണയ്ക്ക് എല്ലാവിധ ആയുരാരോഗ്യ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ജയദ്രഥ രക്ഷയ്ക്കുള്ള ഒരുക്കം. മഞ്ജരീസിലൂടെ നമ്മൾ രാത്രി കേൾക്കുന്ന ക്ലാസ് മഹാഭാരതമാണ്. ജയദ്രഥനെ വധിക്കാൻ വേണ്ടിയിട്ട് ആരാ പോകുന്നത്? നമ്മുടെ അർജുനൻ അല്ലേ? അർജുനൻ പോവാണ്. അർജുനനും കൃഷ്ണനും കൂടെ നല്ല സ്പീഡായിട്ട് കൗരവന്മാർക്കിടയിലൂടെ അത്രയും ആളുകൾക്കിടയിലൂടെ അവരെല്ലാം മറികടന്നുകൊണ്ട് പോവുകയാണ്. ആ സമയത്ത് നമ്മുടെ ദ്രോണാചാര്യർ യുധിഷ്ഠിരനെ വധിക്കും അല്ലെങ്കിൽ പിടിച്ചു കെട്ടും എന്നും പറഞ്ഞുകൊണ്ട് അവിടെ പാണ്ഡവന്മാരുടെ അടുത്ത് ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ട്. പിടിക്കുമെന്ന് പറഞ്ഞിങ്ങനെ നിർത്തിയത് കാരണം അർജുനൻ കൃഷ്ണനെയും കൂട്ടിക്കൊണ്ട് എങ്ങോട്ട് പോകുന്നു? ജയദ്രഥനെ വധിക്കാൻ വേണ്ടി പോകുന്നു. ആ സമയത്ത് ചേട്ടനെ രക്ഷിക്കാൻ വേണ്ടി സാത്വികയെ നിർത്തിയിട്ടുണ്ട്. ഞാൻ ഇന്നലത്തേതൊക്കെ വെറുതെ ചെറുതായിട്ട് പറയാണേ. സാത്വികയെ നിർത്തിയിട്ടുണ്ട്. പക്ഷേ അർജുനനും കൃഷ്ണനും പോയിട്ട് അവർ തിരിച്ചു വരാതായപ്പോഴും അവരെക്കുറിച്ച് ഒന്നും അറിയാതെ ആയപ്പോഴും ആകെപ്പാട് ടെൻഷനായി. ആർക്ക്? നമ്മുടെ യുധിഷ്ഠിരന്. അപ്പൊ യുധിഷ്ഠിരൻ എന്ത് ചെയ്തു? ധർമ്മപുത്രൻ മഹാരാജാവ് എന്ത് ചെയ്തു? സാത്വികിയോട് പറഞ്ഞു, സാത്വികി, എൻ്റെ അനിയനെയും കൃഷ്ണനെയും പോയിട്ട് കാണുന്നില്ല, നീ വേഗം പോയിട്ട് അവരെ നോക്കൂ, അവരെന്തായി നോക്കൂ എന്ന് പറഞ്ഞ് സാത്വികയും പോയി കുറെ കഴിഞ്ഞ സമയത്ത് സാത്വികയും കാണാനില്ലാതെ ആയപ്പം ആകെപ്പാട് ആർക്ക് ടെൻഷനായി? യുധിഷ്ഠിരന് വീണ്ടും ടെൻഷനായി. യുധിഷ്ഠിരൻ എന്ത് ചെയ്തു? നേരെ ഭീമനെയും കൂടെ പറഞ്ഞു വിട്ടു. ഭീമ, നീയും കൂടെ പോന്ന് പറഞ്ഞു. അങ്ങനെ ഭീമനെയും പറഞ്ഞു വിട്ടിട്ട് കൃഷ്ണനെയും അർജുനനെയും കൂടെ നോക്കാൻ വേണ്ടി ഭീമനും പോയി, സാത്വികയും പോയി, എല്ലാവരും പോയിരിക്കുകയാണ് അവരെന്തായെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇനി ജയദ്രഥന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൗരവന്മാർ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ക്ലിയർ? കിട്ടിയില്ലേ ബാക്കി കണക്ഷൻസ് എല്ലാം? പാർത്ഥൻ ആ സമയത്ത് കൃഷ്ണനോട് പറയാണ്, കൃഷ്ണ, നീ ഇനി ഒട്ടും താമസിക്കേണ്ട. ഓക്കെ, ജയദ്രഥന്റെ അടുത്തേക്ക് വേഗം അശ്വങ്ങളെ വിടുക. ജയദ്രഥന്റെ അടുത്തേക്ക് വേഗം കുതിരകളെ വിടണം എന്ന് പറയണം. കൃഷ്ണനോട് പറയാണ് കേട്ടോ. അർജുനൻ പറയാണ് കൃഷ്ണനോട്, കൃഷ്ണ, ഇനി ഒട്ടും വൈകിക്കരുത്. ജയദ്രഥന്റെ അടുത്തേക്ക് വേഗം അശ്വങ്ങളെ, കുതിരകളെ വിടൂ. സൂര്യൻ അസ്തമിക്കാറായി. കാരണം യുദ്ധത്തിലൊരു നിയമമുണ്ട്. യുദ്ധക്കളം വിട്ടിട്ട് പിന്തിരിഞ്ഞോടുന്ന വ്യക്തിയോടും ആയുധം കയ്യിൽ നിന്ന് പോകുന്ന വ്യക്തിയോടും അതുപോലെ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാലും യുദ്ധം ചെയ്യരുത്. അങ്ങനെ കുറച്ച് ഉടമ്പടികളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി വൈകിക്കരുത്, സൂര്യൻ അസ്തമിക്കാറായി എന്ന് പറഞ്ഞു. അർജുനൻ സത്യം ചെയ്തിരിക്കുകയാണ്, ജയദ്രഥനെ കൊന്നിട്ടേ വരൂ, ഇല്ലെങ്കിൽ അർജുനൻ തന്നെ സൂയിസൈഡ് ചെയ്ത് കളയും, ആത്മഹത്യ ചെയ്ത് കളയും, ദേഹത്യാഗം ചെയ്ത് കളയും എന്ന് അർജുനൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അർജുനൻ എന്താ ചെയ്യുന്നത്?
നേരെ പറയാണ് കൃഷ്ണനോട്, എൻ്റെ ശപഥം, എൻ്റെ സത്യം, എനിക്കത് പൂർത്തിയാക്കണം, പൂർത്തിയാക്കിയേ പറ്റൂ. കുരുസൈന്യത്തിലുള്ള മഹാരഥന്മാർ രക്ഷിക്കുന്നുണ്ടെങ്കിലും നമുക്ക് അവനെ താമസിയാതെ വധിക്കണം. കുരുവംശത്തിലുള്ള വലിയ വലിയ ആൾക്കാര് ജയദ്രഥനെ സംരക്ഷിക്കുന്നുണ്ട്, സംരക്ഷിച്ചോട്ടെ, എന്നാലും പ്രശ്നമില്ല, എനിക്കതൊന്നും ഒരു വിഷയമല്ല. അവനെ വധിച്ചേ പറ്റൂ. ആരെ? ജയദ്രഥനെ വധിക്കുക തന്നെ ചെയ്യണം. അങ്ങനെ അശ്വവിദ്യാകോവിദനായിരിക്കുന്ന കൃഷ്ണൻ, അതായത് അശ്വങ്ങളെ നന്നായിട്ട് മേയ്ക്കാൻ പഠിച്ച കൃഷ്ണൻ എന്തു ചെയ്തു? കുതിരകളെ നേരെ ജയദ്രഥന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. കുതിരകളെ ജയദ്രഥന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അത് കണ്ടപ്പോ നമ്മുടെ ദുര്യോധനൻ കർണനോട് പറയാണ്, കർണ, എങ്ങനെയെങ്കിലും കുറച്ചു നേരം കൂടി അർജുനനെ തടഞ്ഞു നിർത്ത്. ദുര്യോധനൻ പറയാണ് കർണനോട്, കർണ, എങ്ങനെയെങ്കിലും കുറച്ചു നേരം കൂടി ഈ അർജുനനെ തടഞ്ഞു നിർത്തണം. കാരണം എന്താ? അസ്തമിക്കാറായി സൂര്യൻ. അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ നടക്കില്ല, യുദ്ധം നടക്കില്ല. അപ്പൊ എങ്ങനെയെങ്കിലും തടഞ്ഞു നിർത്തിയേ പറ്റൂ അർജുനനെ. ആരാ പറയുന്നതെന്നറിയോ? കർണനോട് ദുര്യോധനൻ പറയാണ്. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേടിക്കണ്ട, അതോടുകൂടി നമുക്ക് മറ്റെന്തെങ്കിലും വഴി നോക്കാം. സൂര്യൻ അസ്തമിക്കാൻ ഇനി കുറച്ച് സമയം കൂടിയേ ഉള്ളൂ. അർജുനൻ സൂര്യാസ്തമയത്തിന് മുമ്പ് ജയദ്രഥനെ കൊന്നില്ലെങ്കിൽ അർജുനൻ തീയിൽ ചാടി മരിക്കുന്ന പറഞ്ഞത്. അപ്പൊ എങ്ങനെയെങ്കിലും സൂര്യാസ്തമയത്തിന് കുറച്ച് സമയമേ ഉള്ളൂ. കർണാ, നീ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിർത്ത് ആ അർജുനനെ എന്ന് പറഞ്ഞു. സൂര്യാസ്തമയമായി കഴിഞ്ഞാൽ പിന്നെ ജയദ്രഥനെ വധിക്കാൻ പറ്റാത്തത് കൊണ്ട് എങ്ങനെയെങ്കിലും കൊന്നോളും, അല്ല തീയിൽ ചാടിക്കോളും അർജുനൻ. അതോടുകൂടി ആ ടെൻഷൻ തീർന്ന് കർണ എന്ന് പറഞ്ഞു. അർജുനൻ മരിച്ചാൽ പിന്നെ പാണ്ഡവര് യുദ്ധം ചെയ്യില്ല. അർജുനനാണ് അവരുടെ കൂട്ടത്തിലെ കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ളത്. അപ്പൊ അർജുനൻ മരിച്ചാൽ ഉറപ്പായിട്ടും പാണ്ഡവര് പിന്നെ യുദ്ധം ചെയ്യില്ല. നമുക്ക് ജയിക്കാൻ പറ്റും കർണ. അതുകൊണ്ട് കുറച്ച് സമയം നമ്മുടെ എല്ലാ ശക്തികളും ഉപയോഗിച്ചിട്ട് നമ്മുടെ ജയദ്രഥനെ രക്ഷിക്കണം, രക്ഷിച്ചേ പറ്റൂ. ആര് പറയുന്നു? ദുര്യോധനൻ. ആരോടാ പറയുന്നത്? കർണനോട്. അടുത്ത 1 മണിക്കൂറാണ് നമ്മളുടെ മുമ്പില് നമ്മുടെ കുരുവംശത്തിന്റെ ഭാവി നിർണയിക്കുന്നത് കർണ. അടുത്ത 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഈ അർജുനനെ പിടിച്ചു നിർത്താൻ സാധിച്ചാൽ കുരുവംശം ജയിച്ചു കർണ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും 1 മണിക്കൂർ നമുക്ക് പിടിച്ചു നിർത്തണം. ഈ 1 മണിക്കൂറാണ് നമ്മുടെ ഭാവി നിശ്ചയിക്കുന്നത് എന്ന് ദുര്യോധനൻ കർണനോട് പറഞ്ഞു. എനിക്ക് കർണനിൽ മാത്രമേ ആകെ ഒരു പ്രതീക്ഷയുള്ളൂ, വേറെ ആരിലും എനിക്കൊരു പ്രതീക്ഷയില്ല. ദുര്യോധനൻ പറയാണ്, ഏതായാലും ദ്രോണാചാര്യർ ഇങ്ങനെയൊക്കെയായി, ഹരേകൃഷ്ണാച്ച, എന്തായാലും ദ്രോണാചാര്യർ ഇങ്ങനെയൊക്കെയായി, ഇവരെല്ലാം കടത്തി വിട്ടു, വിട്, ഇനി അതേക്കുറിച്ച് സംസാരിക്കേണ്ട കർണ. ഇനി കർണനിൽ മാത്രമേ എനിക്കൊരു പ്രതീക്ഷയുള്ളൂ. കർണനും ശല്യരും കൃപനും ദുശാസനും ദ്രൗണിയും ജയദ്രഥനെ മുമ്പിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് അർജുനന് ജയദ്രഥനെ കൊല്ലാൻ പറ്റുക? നല്ല ശക്തിവാന്മാരായിരിക്കുന്ന ആൾക്കാരാണല്ലേ. അങ്ങനെ നിങ്ങൾ എല്ലാവരുമാണ് ജയദ്രഥനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ആരൊക്കെയാണ്? കർണൻ, ശല്യർ, കൃപൻ, ദുശാസനൻ, ദ്രൗണി. ഇങ്ങനെ 5 പേര് നമ്മുടെ ജയദ്രഥനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി 1 മണിക്കൂറും കൂടി കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിക്കും. ആ സൂര്യാസ്തമയം വരേക്കും നമുക്ക് അർജുനനെ തടഞ്ഞു നിർത്താൻ സാധിച്ചാൽ കുരുവംശം ജയിക്കും. എങ്ങനെയാണ്? ആ 1 മണിക്കൂർ കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിച്ചാൽ, സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് ജയദ്രഥനെ കൊല്ലാൻ പറ്റിയില്ലെങ്കിൽ അർജുനൻ തീയിൽ ചാടി മരിക്കുമെന്ന് ശപഥം ചെയ്തിട്ടുണ്ട്. അർജുനൻ അങ്ങനെ തീയിൽ ചാടി മരിച്ചാൽ പാണ്ഡവ വംശം പിന്നെ നമ്മളോട് യുദ്ധത്തിന് വരില്ല. ഇതാണ് ഇവരുടെ പ്ലാന്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അർജുനനെ പിടിച്ചു നിർത്തൂ എന്ന് പറഞ്ഞു. അപ്പൊ കർണൻ പറയാണ്, രാജാവേ, ഭീമന്റെ ശരങ്ങൾ കൊണ്ട് എൻ്റെ ദേഹം മുഴുവൻ തളർന്നിരിക്കുകയാണ്. ഭീമൻ കർണനോട് നന്നായിട്ട് യുദ്ധം ചെയ്തു. ഹരേകൃഷ്ണ അമ്മേ, നന്നായിട്ട് യുദ്ധം ചെയ്തു. അപ്പം ഭീമന്റെ ശരങ്ങൾ ഏറ്റിട്ട്, രാജാവേ, എൻ്റെ ശരീരം മുഴുവൻ തളർന്നിരിക്കുകയാണ്, എന്നാലും ഞാൻ എൻ്റെ മൊത്തം ശക്തിയും ഉപയോഗിച്ച് സിന്ധു രാജാവിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ ശ്രമിക്കും. എനിക്ക് അത്രേ പറയാൻ പറ്റൂ. എൻ്റെ ശരീരം മുഴുവൻ തളർന്നിരിക്കുകയാണ് രാജാവേ. ആരാ പറയുന്നത്? കർണൻ. കർണനിലാണ് ഫുൾ പ്രതീക്ഷയും. എന്നിട്ടും പറയാണ്, രാജാവേ, എനിക്ക് തീരെ ശക്തിയില്ല, എൻ്റെ ശരീരം മുഴുവൻ തളർന്നിരിക്കുകയാണ്, എന്നാൽ കൂടിയും ഞാൻ എങ്ങനെയെങ്കിലും ഞാൻ സംരക്ഷിക്കും. സിന്ധു രാജാവ് എന്ന് പറയുന്നത് ജയദ്രഥൻ തന്നെയാണ്. സിന്ധു രാജാവിനെ ഞാൻ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ ശ്രമിക്കും. പക്ഷേ ജയോ ദൈവേ പ്രതിഷ്ഠിത, ജയം ഈശ്വരാധീനമാണ്. നമ്മൾ ജയിക്കുക എന്നുള്ളത് ഈശ്വരന്റെ അനുഗ്രഹമാണ്. അല്ലാതെ നമ്മൾ ഒരിക്കലും വിചാരിച്ചാൽ ജയിക്കാൻ പറ്റില്ല. നമ്മൾ വിചാരിച്ചാൽ എല്ലാം നേടിയെടുക്കാം എന്ന് പറയുന്നത് ഒരു വിഡ്ഢിത്തരമാണ്.
ഈശ്വരൻ എന്താണോ വിചാരിക്കുന്നത് അതേ നടക്കൂ. അതുകൊണ്ടാ പറയുന്നത് ജയോ ദേവേ പ്രതിഷ്ഠിത, ഈശ്വരൻ തന്നെ വിചാരിക്കണം നമ്മൾ ജയിക്കണമെങ്കിൽ. ഇങ്ങനെ 3 പ്രാവശ്യം കർണൻ ഈ വാക്കങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. കാരണം താൻ പാതി ദൈവം പാതി എന്നാണ് അല്ലെ. നമ്മൾ ഒരു കാര്യം ചെയ്താൽ ആ കാര്യം വിജയിക്കണമെങ്കിൽ ഈശ്വരന്റെ കൃപാകടാക്ഷം ഉണ്ടാവണം. ഈശ്വരന്റെ കൃപാകടാക്ഷം ഉണ്ടാവണമെങ്കിൽ അത് ഈ ഒരു ജന്മം കൊണ്ട് നമ്മൾ നേടിയെടുക്കുന്നതല്ല. അനേകായിരം ജന്മങ്ങൾ കൊണ്ട് നമ്മൾ ഈശ്വരനെ അറിയുന്നുണ്ട്. പക്ഷെ ആ ഈശ്വരന്റെ നേരെ നമ്മൾ മുഖം തിരിച്ച് കളയുകയാണ്. കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത്? പല പല സന്ദർഭങ്ങളിൽ നമ്മൾ പലതും ചെയ്യേണ്ടി വരുമ്പോൾ ഈശ്വരനെ നമ്മൾ മറക്കുകയാണ്. ഈ ജന്മം തന്നെ നമ്മൾ ഒരുപാട് ഭഗവാനോട് അടുക്കുമ്പോൾ പലരും നമ്മളെ കളിയാക്കും. നിങ്ങൾ എന്തിനാ ഭഗവാനോട് ഇത്രയും അടുക്കുന്നത്? ഞങ്ങളെല്ലാം ഗുരുവായൂരപ്പനെ വിളിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതുപോലെ വിളിച്ചാൽ പോരെ? നിങ്ങൾ എന്തിനാ ഈ നോൺ വെജും ചായയും കാപ്പിയൊക്കെ ഉപേക്ഷിക്കുന്നത്? എന്തിനാ ഈ 16 മാല ജപിക്കുന്നത്? എന്തിനാ ഇത്രയും വലിയ ചന്ദനക്കുറി വെക്കുന്നത്? ഇങ്ങനെ പല ചോദ്യങ്ങളും നമുക്ക് നേരെ ഉണ്ടാവും. പക്ഷേ നമ്മൾ ഭഗവാനെ അറിഞ്ഞതുപോലെ മറ്റുള്ളവർ അറിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം നമ്മളുടെ ഈ ജന്മം മോക്ഷ ജന്മമാക്കി നമ്മൾ ഉപയോഗിക്കുകയാണ് അല്ലെ. നമ്മൾ ഈ ജന്മം എങ്ങനെയെങ്കിലും മോക്ഷ ജന്മമാക്കുകയാണ്. ഇനിയൊരു ജന്മം നമുക്ക് ഈ ഭൂമിയിൽ വേണ്ട. നമ്മൾ എവിടുന്ന് വന്നു? സാക്ഷാത് പരമാത്മാവിന്റെ അടുത്തുനിന്ന് വന്ന ആത്മാക്കളാണ്. ആ ആത്മാവ് എപ്പോഴും ലക്ഷ്യം വെക്കുന്നത് പരമാത്മാവിനെയാണ്, അല്ലാതെ നമ്മുടെ ശരീരത്തെ അല്ല. ഈ ആത്മാവ് പലവിധ ശരീരങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? അറിഞ്ഞും അറിയാതെയും ഇന്ദ്രിയങ്ങൾ കൊണ്ടും അനേകായിരം തെറ്റുകൾ ചെയ്ത നമ്മള് ദുരിതങ്ങളിൽപ്പെട്ട് പല വിധത്തിലുള്ള വേദനകളിൽപ്പെട്ട് മക്കളെ കൊണ്ടും മരുമക്കളെ കൊണ്ടും അച്ഛനെ കൊണ്ടും അമ്മയെ കൊണ്ടും ഭർത്താവിനെ കൊണ്ടും സുഹൃത്തുക്കളെ കൊണ്ടും ഒന്നും ചെയ്യാതെയും നമ്മൾ ഒരുപാട് തെറ്റുകൾ അനുഭവിച്ചു. ഇതൊന്നും ഈ ജന്മത്തിന്റെ ബുദ്ധിമുട്ടല്ല. ഒരുപാട് ജന്മങ്ങൾ നമ്മൾ ചെയ്തതിന്റെ ബുദ്ധിമുട്ടാണ് ഇതെല്ലാം അനുഭവിക്കുന്നത്. പക്ഷേ എപ്പോഴാണോ ഒരു വ്യക്തി കൃഷ്ണനുമായി അടുക്കുന്നത്, ഒരു വ്യക്തി എപ്പോഴാണോ കൃഷ്ണാവബോധത്തിലേക്ക് വരുന്നത്, ആ വരുന്ന നിമിഷം മുതൽ ആ വ്യക്തിയിൽ ഭഗവാന്റെ ഒരു കൃപാകടാക്ഷം ഉണ്ടാവുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നതിന്റെ കാഠിന്യം കുറഞ്ഞു കിട്ടുകയാണ്. നല്ലൊരു തണുപ്പുള്ള സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഓട്ടോമാറ്റിക്കലി ഒരു സെറ്റർ എടുത്തിടും അല്ലെ, അല്ലെങ്കിൽ ഒരു ബ്ലാങ്കറ്റ് എടുത്ത് പുതയ്ക്കും. തണുപ്പ് മാറുന്നില്ല, പക്ഷെ തണുപ്പിന്റെ കാഠിന്യം നമ്മളെ തണുപ്പിൽ നിന്ന് സംരക്ഷിക്കുന്നു. തണുപ്പുണ്ട്, പക്ഷെ നമ്മൾ തണുപ്പിന്റെ കാഠിന്യം അറിയുന്നില്ല. അതേപോലെയാണ് ഭഗവാൻ കൃഷ്ണനിലേക്ക് നമ്മൾ അടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത പാപങ്ങളുടെ ഫലം അവിടെ ഉണ്ട്. പക്ഷേ ആ പാപങ്ങളുടെ ശക്തി, ആ തീവ്രതയിൽ നമ്മൾ അനുഭവിക്കുന്നില്ല. ആ തീവ്രത ഭഗവാൻ നമുക്ക് കുറച്ചു തരും. ഇങ്ങനെയാണ് നമ്മൾ ഭഗവാനോട് അടുക്കുന്നത്. അപ്പോ അധ്യായം 145 ശ്ലോകം 30, 31, 32 എന്താ പറയുന്നത്? കർണദുര്യോധനന്മാർ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കെ അർജുനന്റെ ശരങ്ങള് കൗരവ സൈന്യത്തിലേക്ക് വന്നിങ്ങനെ വീഴാൻ തുടങ്ങി. കർണനും ദുര്യോധനനും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജയം എങ്ങനെയെങ്കിലും ഈശ്വരനാണ് തരേണ്ടത്. അതുകൊണ്ട് ജയോദേവേ പ്രതിഷ്ഠിത എന്നുള്ള 3 പ്രാവശ്യം കർണൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. കർണൻ ഒരുപാട് തളർന്നിരിക്കുകയാണ്. ഭീമന്റെ ആയുധങ്ങൾ കൊണ്ട് കർണൻ ഒരുപാട് തളർന്നു. എന്നാൽ കൂടിയും കർണൻ എങ്ങനെയെങ്കിലും ആന്റിയുടെ ബ്ലാക്ക് ചാർജ് എടുത്തു കൊടുക്കണം. കർണൻ എങ്ങനെയെങ്കിലും എന്താ പറയാ, അർജുനനെ തടയാൻ ശ്രമിക്കുകയാണ്. അല്ല, തടയാതിരുന്നിട്ട് കാര്യമില്ല. തടയാതിരുന്നില്ല എങ്കിൽ അർജുനൻ വന്ന് ജയദ്രഥനെ വധിക്കും. ജയദ്രഥനെ വധിച്ചാൽ പിന്നെ തീർന്നു അല്ലെ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദുര്യോധനനും കർണനും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അർജുനന്റെ ശരങ്ങൾ വന്ന് കൗരവ സൈന്യത്തിലേക്ക് വീഴാണ്. കാരണം ജയദ്രഥന്റെ അടുത്തേക്ക് എത്തിച്ചേർന്നു അർജുനൻ. ഒരു രക്ഷയിൽ അർജുനൻ വിടില്ല. കാരണം അഭിമന്യുവിനെ കൊന്ന ദേഷ്യം. അർജുനൻ തിരിച്ചു വന്നപ്പോ മകനായ അഭിമന്യുവിനെ കൊന്നിരിക്കുകയാണ് ജയദ്രഥൻ. ഇനി അവനെ വിടില്ല എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലാണ് അർജുനൻ കൃഷ്ണനെയും കൂട്ടി വന്നിരിക്കുന്നത്. അപ്പോ ദുര്യോധനനും കർണനും സംസാരിച്ചു കൊണ്ടിരിക്കെ നമ്മുടെ അർജുനന്റെ ശരങ്ങൾ വന്നിട്ട് കൗരവ പടയിലേക്ക് ഇങ്ങനെ വീഴാണ്. വീഴുന്ന സമയത്ത് ഭീമനും സാത്വികിയും പാർത്ഥനും ചേർന്നുള്ള ആക്രമണത്തെ തടയാൻ കൗരവ വംശത്തിലെ സേനാ നായകന്മാരെല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് നിന്നു. ആരൊക്കെയാണ്? ഭീമൻ, സാത്വികി, പാർത്ഥൻ. കാരണം നമ്മുടെ യുധിഷ്ഠിരൻ ഈ സാത്വികീനെ അയച്ചിട്ടുണ്ട്. കൃഷ്ണനെയും അർജുനനെയും കാണാതെ ആയപ്പോ സാത്വികയെ വിട്ടിട്ടുണ്ട്, പോയി അന്വേഷിക്കാൻ പറഞ്ഞു. കൂട്ടത്തിൽ ഭീമനെയും വിട്ടിട്ടുണ്ട്. അപ്പൊ നല്ല നല്ല വീരയോദ്ധാക്കളായിരിക്കുന്ന 3 പേരാണ് ജയദ്രഥന്റെ അടുത്തേക്ക് എത്തിയിരിക്കുന്നത്. ആരൊക്കെ? പാർത്ഥൻ എന്ന് പറഞ്ഞ അർജുനനുണ്ട്, പിന്നാലെ വന്ന സാത്വികിയുണ്ട്, ഒപ്പം തന്നെ ഭീമനും ഉണ്ട്. ഈ 3 പേരെയും തടയാൻ പറ്റില്ല. ഈ 3 പേരെന്ന് പറഞ്ഞ വീര പരമ യോദ്ധാക്കളാണ്. ഇവരെ 3 പേരെയും നയിക്കാൻ വേണ്ടി പാർത്ഥസാരഥിയായിട്ട് ആര് കൂടെയുണ്ട്? കൃഷ്ണനും കൂടെയുണ്ട്. അപ്പൊ പിന്നെ കൃഷ്ണൻ എവിടെയുണ്ടോ അവിടെ വിജയമാണ്. മനസ്സിലായില്ലേ? നമ്മൾ താൽക്കാലികമായി വീണെന്നോ നമുക്ക് വിഷമം ഉണ്ടാവുന്നോ സങ്കടം ഒക്കെ നമുക്ക് വരും. പക്ഷെ കൃഷ്ണൻ എവിടെയുണ്ട് അവിടെ വിജയം സുനിശ്ചിതമാണ്. ഒരു മാറ്റവും ഇല്ല എന്നുള്ള കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. അങ്ങനെ എങ്ങനെയെങ്കിലും ഈ പറയുന്ന 3 പേരെയും, സാത്വികിയെയും ഒപ്പം അർജുനനെയും നമ്മുടെ ഭീമനെയും തടയാൻ വേണ്ടിയിട്ട് കൗരവ വംശത്തിൽ എല്ലാവരും കൂടെ അങ്ങ് ഒരുമിച്ചു.
എങ്ങനെ ആയാലും ശരി സന്ധ്യയാവുന്നതിന് മുമ്പേ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ ജയദ്രഥനെ മുന്നിലേക്ക് കൊണ്ടുവരാൻ അനുവദിക്കില്ല എന്നങ്ങ് തീർച്ചപ്പെടുത്തി. ആര്? ഈ കൗരവ വംശം. എങ്ങനെയെങ്കിലും ശരി ജയദ്രഥനെ മുമ്പിലേക്ക് കൊണ്ടുവരില്ല. നമ്മുടെ ഭീമന്റെയും അർജുനന്റെയും അതുപോലെ സാത്വികിയുടെയും മുമ്പിലേക്ക് ജയദ്രഥനെ കൊണ്ടുവരാൻ പാടില്ല. 1 മണിക്കൂർ സമയമാണ് കൗരവ വംശത്തിന്റെ മുമ്പിലുള്ള അവരുടെ ഭാവി നിർണയിക്കുന്നത്. അങ്ങനെ കർണനും അർജുനനും കൂടി നേരിട്ട് അങ്ങോട്ട് എതിർത്തപ്പോഴേക്കും ആ ഉഗ്രമായിരിക്കുന്ന യുദ്ധം, കർണനും അർജുനനും ചേർന്ന് കഴിഞ്ഞാൽ ഭയങ്കര യുദ്ധമാണ്. ആ യുദ്ധം കാണാൻ വേണ്ടിയിട്ട് ദേവന്മാരും അസുരന്മാരും ഗന്ധർവന്മാരും എല്ലാവരും കൂടെ ആകാശത്തങ്ങ് വന്ന് നിൽക്കുകയാണ്. ദേവാസുര ഗന്ധർവന്മാരോടുകൂടി എല്ലാവരും ആകാശത്ത് വന്ന് നിൽക്കുകയാണ്. ദുര്യോധനൻ എന്ത് ചെയ്തു? സൈന്യങ്ങളോട് മുഴുവൻ പറഞ്ഞു, വിട്ടുകൊടുക്കരുത്, എങ്ങനെയെങ്കിലും നമ്മളുടെ ഇവരെ രക്ഷിക്കണം, വിടാനേ പാടില്ല, ജയദ്രഥനെ രക്ഷിക്കണം എന്ന് ദുര്യോധനൻ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. വലിയ യുദ്ധമാണ്. കർണനും അർജുനനും നേർക്കുനേർ മുട്ടിയിരിക്കുന്ന യുദ്ധമാണ്. 2 പേരുടെയും ശക്തി കണ്ടിട്ട് വന്നിരിക്കുന്ന ദേവന്മാരും ഗന്ധർവന്മാരും എല്ലാവരും അസുരന്മാര് വരേക്കും അങ്ങ് ഭയങ്കര ആശ്ചര്യപ്പെട്ട് നിൽക്കുകയാണ്. കാരണം യുദ്ധം ചെയ്യുന്ന ആരാണ്? അർജുനനും കർണനും കൂടിയാണ്. ഒരു രക്ഷയില്ല. വാശിയോടും വീറോടും കൂടിയാണ് കർണനും അർജുനനും യുദ്ധം ചെയ്യുന്നത്. എന്നാൽ കൂടിയും അർജുനൻ എന്ത് ചെയ്തു? ആ കുതിരകളെയും സാരഥികളെയും എല്ലാം, കർണന്റെ കുതിരനെയും സാരഥിനെയും എല്ലാം അർജുനൻ അങ്ങ് കൊന്നുകളഞ്ഞു. വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ അർജുനൻ കൊന്നുകളഞ്ഞു. തേര് പോയിട്ട് കർണനെ കണ്ടിട്ട് ആകെപ്പാടെ കർണൻ വിഷമിച്ചിരിക്കുകയാണ്. തേരും പോയി, കുതിരയും പോയി. കർണന് ഒരു നിവർത്തിയില്ല യുദ്ധം ചെയ്യാൻ. ആ സമയത്ത് കർണനെ രക്ഷിക്കുന്നത് ആരാന്നറിയോ? അശ്വത്ഥാമാവാണ്. അശ്വത്ഥാമാവ് വന്നിട്ട് കർണനെ രക്ഷിച്ചു. കാരണം തേരും പോയി, എന്താ പറയാ, അശ്വങ്ങളും പോയി, കുതിരകളും പോയി. കർണൻ ഇങ്ങനെ തേരൊന്നുമില്ലാതെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരോട്? നമ്മുടെ അർജുനനോട്. ആ സമയത്ത് നമ്മുടെ അശ്വത്ഥാമാവ് വന്നിട്ട് നമ്മുടെ അർജുനനെ അങ്ങ് രക്ഷപ്പെടുത്തി. പിന്നീട് അശ്വത്ഥാമാവ് എന്ത് ചെയ്തു എന്നറിയോ? അശ്വത്ഥാമാവും കൃപനും കൂടെ ഒരുപാട് വന്ന് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി നേരം യുദ്ധം ചെയ്യാനുള്ള ആ ഒരു തയ്യാറെടുപ്പോടുകൂടി അർജുനന്റെ അടുത്തേക്ക് വന്നു. പക്ഷേ അർജുനന്റെ ശരങ്ങൾ കൊണ്ട് 2 പേരും പിന്തിരിഞ്ഞു. ആരൊക്കെ? അശ്വത്ഥാമാവും പോയി, കൃപനും പോയി. അത്രയും ശക്തിയായിട്ടാണ്, വീറോടെയാണ് ആര് യുദ്ധം ചെയ്യുന്നത്? നമ്മുടെ അർജുനൻ യുദ്ധം ചെയ്യുന്നത്. ശത്രുക്കൾ ഒരുപാട് ദിവ്യാസ്ത്രങ്ങളൊക്കെ ഇങ്ങനെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അർജുനന്റെ നേരെ. പക്ഷേ ആ ദിവ്യാസ്ത്രങ്ങളൊക്കെ നശിപ്പിച്ചുകൊണ്ട് അർജുനൻ അങ്ങോട്ടേക്ക് ചുറ്റിനും നിന്നുകൊണ്ട്, അർജുനൻ ഒരു സ്ഥലത്ത് നിന്നല്ല യുദ്ധം ചെയ്യുന്നത്, ചുറ്റിനും, അർജുനന്റെ ചുറ്റും ശത്രുക്കളാണ്. ആ ചുറ്റിനും വരുന്ന ആ ശത്രുക്കളോട് അർജുനൻ അങ്ങോട്ട് പോരടിക്കാണ് വിടാതെ. 1 സെക്കൻഡ് അർജുനൻ വിട്ടുകൊടുക്കുന്നില്ല. മനസ്സ് എത്രത്തോളം വേഗത്തിൽ സഞ്ചരിക്കുമോ, പ്രകാശം എത്രത്തോളം വേഗത്തിൽ സഞ്ചരിക്കുമോ, അതിനേക്കാൾ 10 മടങ്ങ് വേഗത്തിലാണ് ഗാണ്ഡീവധാരിയായിരിക്കുന്ന അർജുനന്റെ ഗാണ്ഡീവത്തിൽ നിന്ന് ശരങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ശരവേഗതയിൽ അശ്വത്ഥാമാവും കൃപനും എല്ലാവരും പെട്ടു. ആർക്കും അർജുനനോട് എതിർത്ത് നിൽക്കാൻ പറ്റുന്നില്ല. അർജുനൻ അജയ്യനാണെന്ന് തെളിയിച്ച ഏറ്റവും നല്ല നിമിഷമായിരുന്നു കർണനും അർജുനനും തമ്മിലുള്ള ആ യുദ്ധം. ആ കൗരവ പടയിലുള്ള മഹാശക്തിവാന്മാരായിരിക്കുന്ന എല്ലാവരും ഇതികർത്തവ്യമൂഢരായി നിന്നു എന്നാണ് മഹാഭാരതത്തിൽ പറയുന്നത്. എന്ത് ചെയ്യണം എന്നറിയാത്ത വല്ലാത്ത ഒരവസ്ഥയിലായി പോയി എന്നാണ് പറയുന്നത്. പോർക്കളം മുഴുവൻ ചത്ത് കിടക്കാണ്. ആനകളും കുതിരകളും ഒക്കെ ഇങ്ങനെ ചത്ത് മലച്ച് കിടക്കാണ്. കബന്ധങ്ങളെ കൊണ്ടും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന തേരുകളും കൊണ്ടും ഭയാനകമായിരിക്കുന്ന ഒരു ദുർഗന്ധം വമിക്കുന്ന സ്ഥലമായി മാറി എന്ത്? കുരുക്ഷേത്ര യുദ്ധക്കളം. ഇത്ര നാളും നടന്ന യുദ്ധത്തിനേക്കാൾ വലിയ തരത്തിലുള്ള ഒരു യുദ്ധമായിരുന്നു എവിടെ ഉണ്ടായിരുന്നത്? ആ സമയത്ത് കുരുക്ഷേത്ര ഭൂമിയായി മാറിയിരിക്കുന്നത്. ഇത്രയും ഭയങ്കരമായിരിക്കുന്ന ഒരു യുദ്ധം മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ല. അങ്ങനെ ധാർത്തരാഷ്ട്രന്മാർക്ക്, അതായത് ധൃതരാഷ്ട്രന്റെ മക്കൾക്ക് എങ്ങനെയെങ്കിലും വിജയം കിട്ടുമോ ഇല്ലേ എന്നുള്ളതല്ല, ആരൊക്കെ മരിച്ചു, എത്ര ആന ചത്തു വീണു, കുതിര ചത്തു വീണു, എത്ര പേര് പോയി, അല്ലെങ്കിൽ എത്ര പേര് പിന്തിരിഞ്ഞോടി, അവരുടെ ആയുധങ്ങൾ പോയോ, തേര് പോയോ, ഇതൊന്നുമല്ല ധൃതരാഷ്ട്രപുത്രന്മാർക്കുള്ള ആഗ്രഹം. അവർക്കുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ അടുത്ത 1 മണിക്കൂർ അർജുനനെ എങ്ങനെ പിടിച്ചു നിർത്താം. കാരണം ഇന്ന് സൂര്യാസ്തമയത്തിന് മുൻപ് ജയദ്രഥനെ വധിച്ചില്ലെങ്കിൽ അർജുനൻ തീയിൽ ചാടി മരിക്കും.
ഇതാണ് അർജുനന്റെ വാക്ക്, നാളത്തേക്ക് വെക്കില്ല. അപ്പം ഇനിയുള്ള 1 മണിക്കൂർ എങ്ങനെ അർജുനനെ പിടിച്ചു നിർത്താം, ഇത് മാത്രമാണ് ധൃതരാഷ്ട്രരുടെ മക്കൾക്കുള്ള ഏക ലക്ഷ്യം എന്ന് പറയുന്നത്. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് ചെയ്യണമായിരുന്നു. അതിനു വേണ്ടിയാണ് അവർ ശക്തമായ അർജുനനോട് പൊരുതിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അർജുനനും ജയദ്രഥനെ കണ്ടുകിട്ടാൻ വേണ്ടി വധിക്കുവാനുള്ള വാശിയോടുകൂടി തന്നെ അർജുനനും ഇങ്ങനെ വരികയാണ്. അർജുനനും വിട്ടുകൊടുക്കൂല. അർജുനനും അറിയാം അടുത്ത 1 മണിക്കൂറാണ് പാണ്ഡവ സൈന്യത്തിന്റെ വിജയം ഉറപ്പിക്കാനും സ്വന്തം മകനായ അഭിമന്യുവിനെ കൊന്നവനോട് പ്രതികാരം തീർക്കാനും കുരുവംശത്തിനോടുള്ള ആ ഒരു ഏറ്റവും വലിയ നീചമായിട്ട് പാഞ്ചാലിയോട് കാണിച്ച ആ ഒരു പ്രയാസങ്ങൾ തീർക്കാനും നമ്മുടെ എന്താ പറയുക യുധിഷ്ഠിരനോടുള്ള അപമാനം, യുധിഷ്ഠിരനെ കള്ളച്ചൂതിൽപ്പെടുത്തി അരക്കില്ലം ചുട്ടരിച്ചതും അങ്ങനെ നിരവധി കുറ്റങ്ങളാണ്, ഒരുപാട് കുറ്റങ്ങളാണ് ഈ കൗരവ വംശം ചെയ്തിരിക്കുന്നത്. ഈ കൗരവ വംശത്തിന് തക്കതായ മറുപടി കൊടുക്കാനുള്ള ഏറ്റവും മികച്ച സമയം എന്ന് പറയുന്നത് അടുത്ത 1 മണിക്കൂറാണെന്ന് ആർക്കറിയാം? അർജുനനും അറിയാം. അപ്പോ ജയദ്രഥൻ എന്ത് ചെയ്തു? നേരെ വന്നിട്ട് നല്ല ആത്മധൈര്യത്തോടുകൂടി ജയദ്രഥൻ അർജുനന്റെ നേരെ ശരം പ്രയോഗിക്കാൻ വേണ്ടി വന്നു. ഇതാരാ കാണുന്നത് എന്നറിയോ? അർജുനൻ ഇവരോടൊക്കെ പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. ജയദ്രഥൻ നല്ല ആത്മധൈര്യത്തോടു കൂടി മുന്നോട്ട് വന്നിട്ട് ജയദ്രഥന്റെ കുതിരയുടെ നേരെയും എന്താ പറയാ തേരിന്റെ നേരെയൊക്കെ ശരം പ്രയോഗിക്കുന്ന അർജുനനോട് എതിരിടാൻ വേണ്ടി ജയദ്രഥൻ മുന്നോട്ട് വന്നു എന്നുള്ള കാര്യം കൃഷ്ണൻ ആരോട് പറഞ്ഞു? നേരെ അർജുനനോട് പറഞ്ഞു കൊടുത്തു. അന്നേരം അർജുനൻ പറഞ്ഞു, കൃഷ്ണൻ പറഞ്ഞു, പാർത്ത ദേ വരുന്നു ജയദ്രഥൻ. അവൻ എല്ലാ ഭയവും മാറ്റി വെച്ചുകൊണ്ട് നിനക്ക് നേരെ യുദ്ധം ചെയ്യാൻ വരികയാണ്. ഇനി കാര്യങ്ങൾ എളുപ്പമായി, ഇനി അവനെ വിടരുത് എന്ന് പറഞ്ഞു അർജുന. എന്നിട്ട് പറഞ്ഞു, കൃഷ്ണൻ പറഞ്ഞു, അർജുന അവൻ വന്നിട്ടുണ്ടെങ്കിലും കാര്യം അത്ര എളുപ്പമല്ല, അത് നീ ഓർത്ത് വെക്കണം. അവനെ ഒറ്റയടിക്ക് കൊല്ലാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. 6 രഥി ശ്രേഷ്ഠന്മാരുടെ നടുവിലാണ് അവൻ നിൽക്കുന്നത്. അവൻ ഒറ്റയ്ക്കല്ല വന്ന് നിൽക്കുന്നത്, 6 രഥി ശ്രേഷ്ഠന്മാരുടെ നടുക്കാണ് ഈ ജയദ്രഥൻ വന്ന് നിൽക്കുന്നത്. അവരെ ജയിക്കാതെ ഈ സൈന്ധവനെ വധിക്കാൻ ഒരിക്കലും കഴിയില്ല. നീ ആദ്യം കൊല്ലേണ്ടത് ആ 6 രഥി ശ്രേഷ്ഠന്മാരെയാണ്. അവരെ വേണം അർജുന ആദ്യം വധിക്കാൻ. അവരെ വധിക്കുകയോ അവരെ തോൽപ്പിക്കുകയോ അവർ ഈ ഭൂമിയിൽ നിന്ന് പിന്തിരിഞ്ഞോടുകയോ ചെയ്യാതെ നിനക്കൊരിക്കലും ജയദ്രഥന്റെ അടുത്തേക്ക് വരാൻ കഴിയില്ല. അത് അത്ര എളുപ്പമല്ല. സൂര്യൻ അസ്തമിക്കാറായി പാർത്ത, എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും പെട്ടെന്ന് നീ ചെയ്യണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം. കൃഷ്ണൻ പറയാണ്, ഞാനൊരു എളുപ്പ വഴി ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഞാനൊരു വിദ്യ കാണിക്കാം. ആ വിദ്യ കൊണ്ട് ഞാൻ സൂര്യനെ അങ്ങ് മറച്ചു കളയാന്ന് പറഞ്ഞു കൃഷ്ണൻ. അർജുന, ഞാൻ ഈ ഒരു വിദ്യ കാണിച്ച് ഈ സൂര്യനെ അങ്ങ് ഞാൻ മറവിലാക്കാം. ജയദ്രഥനും കൂട്ടരും ആ സമയത്ത് സൂര്യൻ അസ്തമിച്ചു എന്ന് കരുതിയിട്ട് സന്തോഷത്തോടെ പുറത്തു വരും. ഓക്കെ അർജുന, നീ ധൈര്യമായിട്ടിരിക്കും പാർത്ത, നീ പേടിക്കണ്ട. കുറച്ച് സമയമേ ഉള്ളൂ. ഞാനൊരു വിദ്യ ഉപയോഗിച്ചിട്ട് സൂര്യനെ ഞാൻ ഇപ്പം മറച്ചു തരാം. അപ്പോ അവര് കരുതും, ഈ കൗരവംശവും ജയദ്രഥനും കരുതും സൂര്യൻ അസ്തമിച്ചു എന്ന്. സൂര്യൻ അസ്തമിച്ചാൽ പിന്നെ യുദ്ധം ചെയ്യാൻ പാടില്ല. ആ സമയം അവര് പുറത്തു വരും അർജുന എന്ന് പറഞ്ഞു. അപ്പോ അവരെന്തായാലും പിന്നെ അവര് യുദ്ധം ചെയ്യാൻ നിൽക്കില്ല. ആത്മരക്ഷയ്ക്ക് അവര് മുതിരയില്ല. സൂര്യൻ അസ്തമിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവരുടെ രക്ഷയ്ക്ക് നിൽക്കില്ല അർജുന. അതുകൊണ്ട് നീ സൂര്യൻ അസ്തമിച്ചു എന്ന് വെച്ചിട്ട് നീ ഒരിക്കലും ഉദാസീനനാകരുത്. സൂര്യൻ അസ്തമിച്ചു പോയി, ഇനി എനിക്ക് യുദ്ധം ചെയ്യാൻ പറ്റില്ല എന്ന് നീ ഒരിക്കലും ചിന്തിക്കരുത്. നീ എത്രയും പെട്ടെന്ന് യുദ്ധത്തിന് റെഡി ആയിക്കോ. ഞാനിപ്പൊ സൂര്യനെ ഞാൻ മറച്ചു തരാന്ന് ആര് പറഞ്ഞു? കൃഷ്ണൻ പറഞ്ഞു. പാർത്ഥൻ അത് സമ്മതിച്ചു. ശരി മാധവ, എത്രയും പെട്ടെന്ന് ആ വിദ്യ പ്രയോഗിക്കൂ എന്നങ്ങട് പറഞ്ഞു. അങ്ങനെ യോഗേശ്വരനായിരിക്കുന്ന കൃഷ്ണൻ സൂര്യൻ മറയുവാനായിട്ട് ഇരുട്ടങ്ങട് സൃഷ്ടിച്ചു. ഫുൾ ഇരുട്ടാക്കി കളഞ്ഞു. കൃഷ്ണൻ എന്ത് ചെയ്തു? ഭയങ്കരമായ ഇരുട്ട് പരത്തി. ആ സമയത്ത് സൂര്യൻ അസ്തമിച്ചു എന്ന് കരുതിയിട്ട് എല്ലാവരും കൗരവ വംശം മൊത്തത്തിൽ അങ്ങ് ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. ജയദ്രഥൻ എന്ത് ചെയ്ത്? തല പൊക്കി സൂര്യനെ നോക്കുന്ന സമയത്ത് കൃഷ്ണൻ പറഞ്ഞു, നോക്കൂ അർജുന, വീരനായ ജയദ്രഥൻ ഇതാ സൂര്യനെ നോക്കുന്നു. നിന്നിൽ നിന്ന് ഭയമില്ലെന്ന് വിചാരിച്ചാണ് അവൻ സ്വതന്ത്രനായി പുറത്തു വന്നിരിക്കുന്നത്. ഇതാണ് ആ ദുഷ്ടനെ കൊല്ലുവാനുള്ള ഏറ്റവും നല്ല സമയം. ഇനി ഒട്ടും വൈകിക്കേണ്ട പാർത്ഥ, സൂര്യൻ അസ്തമയ പർവ്വത്തിൽ കയറാറായി. അവന്റെ തല അറുത്ത് നിലത്ത് വീഴ്ത്തരുത്, നീ വിടരുത് അവനെ.
അവന്റെ തല നിലത്ത് വീഴ്ത്തുന്നവന്റെ തല 100 പൊട്ടിത്തെറിക്കുമെന്ന് ജയദ്രഥന്റെ പിതാവ് പണ്ട് പറഞ്ഞിട്ടുണ്ട് പാർത്ഥ എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? അവൻ സ്വതന്ത്രനായി പുറത്തു വന്നിട്ട് സൂര്യനെ നോക്കുകയാണ്. നീ അവന്റെ തലയറുത്ത് നിലത്ത് വീഴ്ത്തരുത് പാർത്ഥ. നിലത്ത് വീഴ്ത്തിയാൽ ആരാണോ അവന്റെ തല നിലത്ത് വീഴ്ത്തുന്നത് അവന്റെ തല 100 പൊട്ടിത്തെറിക്കുമെന്ന് ജയദ്രഥന്റെ അച്ഛൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. സത്യസന്ധനായിരിക്കുന്ന അവന്റെ വാക്ക് ഫലിക്കാതിരിക്കില്ല പാർത്ഥ എന്ന് പറഞ്ഞു. അതുകൊണ്ട് സൈന്ധവന്റെ തല അറുത്തതിനു ശേഷം ദിവ്യാസ്ത്രം കൊണ്ട് ആ തല സമന്ത പഞ്ചകത്തിന് പുറത്ത് തപസ് ചെയ്യുന്ന അച്ഛന്റെ മടിയിൽ കൊണ്ടുപോയി ഇടണം എന്ന് പറഞ്ഞു. എന്നിട്ടോ, ഇപ്രകാരമല്ലാതെ ഇവന്റെ തല നീ ഭൂമിയിൽ വീഴ്ത്തുകയാണെങ്കിൽ നിന്റെ തല 100 ഖണ്ഡമായി പൊട്ടിപ്പോകും പാർത്ഥ. അല്ലയോ പാർത്ഥ, നിനക്ക് ദിവ്യാസ്ത്രം കൊണ്ട് ചെയ്യാൻ സാധിക്കാത്തതായി ഒന്നുമില്ല പാർത്ഥ. നമ്മുടെ കൃഷ്ണൻ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ ചിന്തിക്കുന്നത്? ഭഗവാൻ നമുക്ക് അപ്പം വേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. ഇത് കേട്ടിട്ട് ഉടനെ തന്നെ ദിവ്യാസ്ത്രജാലം എടുത്തിട്ട്, കാരണം എന്താണെന്നറിയോ, ഈ പാർത്ഥൻ എന്തായാലും ജയദ്രഥനെ വധിക്കും. ജയദ്രഥനെ വധിക്കാനുള്ള സമയമെടുത്തു. കൃഷ്ണൻ എന്ത് ചെയ്തു? നേരെ ഇരുട്ടാക്കിയപ്പം ജയദ്രഥൻ പുറത്തു വന്നിട്ട് സൂര്യനെ നോക്കുകയാണ്. ഓ, ഫുൾ ഇരുട്ടായിരിക്കുന്നു, ഇനി ഒന്നും പ്രശ്നമില്ല, സമാധാനായി. സൂര്യൻ അസ്തമിച്ചു. ഇനി എന്തായാലും അർജുനൻ യുദ്ധം ചെയ്യില്ല എന്നാണ് ആര് വിചാരിക്കുന്നത്? ജയദ്രഥൻ വിചാരിക്കുന്നത്. അവന്റെ പേടിയൊക്കെ മാറി ജയദ്രഥനെ. ഈ സമയം നമ്മുടെ കൃഷ്ണൻ പറഞ്ഞു കൊടുത്തു, പാർത്ഥ ദേ വന്നിരിക്കുന്നു നമ്മുടെ ജയദ്രഥൻ, വിടരുത് അവനെ. ഈ സമയം തന്നെ അവനെ കൊന്നു കളയണം. മാത്രമല്ല, അവനെ കൊന്നിട്ട് അവന്റെ തല നീ അറുത്ത് താഴെ ഇടരുത്. അവന്റെ അച്ഛൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, അവന്റെ തല ആരാണോ അറുത്ത് താഴെ ഇടുന്നത് ആ താഴെ ഇടുന്നവന്റെ തല 100 പൊട്ടിത്തെറിക്കുന്നു. ദേ നമ്മുടെ സമന്ത പഞ്ചകത്തിന്റെ മുകളിൽ അവന്റെ അച്ഛൻ ഇരുന്നിട്ട് തപസ് ചെയ്യുന്നുണ്ട്. ആ തല കൊണ്ടുപോയി അയാളുടെ മടിയിലിട്ടേക്കണം. അയാൾ ഭയങ്കരം സത്യശാലിയാണ്. അതുകൊണ്ട് അയാൾ എന്ത് പറഞ്ഞാലും അത് നടക്കുന്നു. കൃഷ്ണൻ അർജുനൻ ഒരു മുന്നറിയിപ്പും കൊടുത്തു. അപ്പൊ നീ എന്ത് ചെയ്യണമെന്നറിയോ? തല അറക്കാൻ വേണ്ടിയിട്ട് നിന്റെ ദിവ്യാസ്ത്രം ഉപയോഗിക്കണം. നിന്റെ ദിവ്യാസ്ത്രം കൊണ്ട് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒരു കാര്യമില്ല എന്ന് നമ്മുടെ സുദീപ് പ്രഭു പറയുന്നത് പോലെ വിടരുത് അവനെ. നമ്മുടെ അഭിമന്യുവിനെ കൊന്നതാണ്, വിടാൻ പാടില്ല അവനെ. ഇത് കേട്ട ഉടനെ തന്നെ ദിവ്യാസ്ത്രജാലം കൊണ്ട് എല്ലാവരെയും അകറ്റിക്കളഞ്ഞു. എല്ലാരെയും അകറ്റിയിട്ട് ഗാണ്ഡീവത്തിൽ നിന്ന്, അർജുനന്റെ വില്ലാണ്, ഗാണ്ഡീവത്തിൽ നിന്ന് മന്ത്രഭൂതമായിരിക്കുന്ന അസ്ത്രം, അതായത് മന്ത്രങ്ങൾ കൊണ്ട് പൂജിച്ച അസ്ത്രം സൈന്ധവന്റെ നേർക്ക്, ജയദ്രഥന്റെ നേർക്ക് നേരെ വിട്ടു. അർജുനൻ വിട്ടുകൊടുത്തില്ല, നേരെ ദിവ്യാസ്ത്രം കൊണ്ട് അങ്ങോട്ട് വിട്ടുകൊടുത്തു. ശക്തിയേറിയ ആ അസ്ത്രം ചെന്നിട്ട് ജയദ്രഥന്റെ തലയങ്ങ് അറുത്ത് കളഞ്ഞു. പാർത്ഥൻ പിന്നെ എന്ത് ചെയ്തു? തുടർച്ചയായിട്ട് അസ്ത്രപ്രയോഗം നടത്തി. ഒരസ്ത്രം തന്നെ ജയദ്രഥന്റെ തലയങ്ങ് അറുത്ത് കളഞ്ഞു. പക്ഷേ അർജുനൻ നിർത്തിയില്ല. അർജുനൻ വീണ്ടും 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 ബാക്ക് ടു ബാക്ക് കുറെ ശരങ്ങൾ അങ്ങ് വിട്ടു. എന്നിട്ടോ ആ അസ്ത്രപ്രയോഗം കൊണ്ട് ആ തല സമന്ത പഞ്ചകത്തിന് പുറത്ത് തപസ് ചെയ്യുന്ന ജയദ്രഥന്റെ അച്ഛന്റെ മടിയിൽ പോയി വീണു. മനസ്സിലായില്ലേ? ഭൂമിയിൽ വീഴാൻ പാടില്ല. ഭൂമിയിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ ആ വീഴ്ത്തിയവനാരോ അവന്റെ തല പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരൊറ്റ അസ്ത്രം കൊണ്ട് നമ്മുടെ ജയദ്രഥന്റെ തലയറുത്തു. പിന്നീട് വന്ന അസ്ത്രങ്ങളെല്ലാം പോയിട്ട് ഈ തലയെടുത്തിട്ട് സമന്ത പഞ്ചകത്തിന്റെ മുകളിലിരുന്ന് തപസ് ചെയ്യുന്ന ജയദ്രഥന്റെ അച്ഛന്റെ മടിയിൽ പോയി ഈ തല വീണു. സന്ധ്യയെ ഉപാസിച്ചു കൊണ്ടിരിക്കുന്ന അച്ഛൻ പരിഭ്രമിച്ച് അങ്ങോട്ട് എഴുന്നേറ്റു. ആ സമയത്ത് മകന്റെ തല വന്ന് മടിയിൽ വീണപ്പം ഈ അച്ഛൻ ചാടി അങ്ങ് എഴുന്നേറ്റു. പെട്ടെന്ന് ചാടി എഴുന്നേറ്റപ്പോൾ അദ്ദേഹത്തിന്റെ മടിയിൽ നിന്ന് ഈ തല താഴെ വീഴുകയും ചെയ്തു. ഉടനെ അച്ഛന്റെ തല 100 അങ്ങോട്ട് പൊട്ടിത്തെറിച്ചു. അച്ഛന്റെ മടിയിലല്ലേ തല വീണത്. അച്ഛൻ അങ്ങോട്ട് എഴുന്നേറ്റപ്പോഴത്തേക്കും ആ അച്ഛന്റെ തല തന്നെ 100 പൊട്ടിത്തെറിച്ചു. ഇത് കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. കാരണം അച്ഛൻ കൊടുത്ത വാക്ക് അതുപോലെ പാലിച്ചു. വാളെടുത്തവൻ വാളാൽ. ആരാണോ ഒരാൾക്ക് ശാപം കൊടുക്കുന്നത് ആ വ്യക്തിക്ക് തന്നെ അത് കിട്ടും, ഒരു സംശയവും ഇല്ല. ഇതാണ് പറയുന്നത്, വാളെടുത്തവൻ വാളാൽ. നമ്മൾ എന്ത് കാര്യം പറയുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. അത് നമുക്ക് തന്നെ എതിരായി മാറും. ഓക്കെ, അതാണ് മഹാഭാരതത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്. അങ്ങനെ സൈന്ധവനെ കൊന്നതിന് ശേഷം വാസുദേവനായിരിക്കുന്ന നമ്മുടെ കൃഷ്ണൻ എന്ത് ചെയ്തു? മായ കൊണ്ടുണ്ടാക്കിയ ആ ഇരുട്ടിനെ അങ്ങ് പിൻവലിച്ചു കളഞ്ഞു. കാരണം അസ്തമയമായിട്ടില്ലായിരുന്നു. സൂര്യൻ വീണ്ടും പ്രകാശിച്ചു. അപ്പോഴാണ് കൗരവർക്ക് മനസ്സിലായത് ഇത് കൃഷ്ണൻ പ്രയോഗിച്ചൊരു മായയായിരുന്നു എന്നുള്ളത്. ആ സമയത്ത് പാർത്ഥൻ എന്ത് ചെയ്തു? നമ്മുടെ അർജുനൻ എന്ത് ചെയ്തു?
നേരെ 8 അക്ഷൗഹിണി സൈന്യങ്ങളുടെ കഥയും അങ്ങോട്ട് കഴിച്ചു കളഞ്ഞു. നമ്മുടെ കൗരവരുടെ 8 അക്ഷൗഹിണി സൈന്യങ്ങളുടെ കഥയും കഴിച്ച് ജയദ്രഥനെയും വധിച്ച് അർജുനൻ പറഞ്ഞ വാക്ക് അർജുനൻ അങ്ങോട്ട് നിറവേറ്റി. കൗരവരെല്ലാം വളരെയധികം ദുഃഖിച്ചു. നമ്മുടെ ജയഗുരുദേവ് വളരെയധികം കൗരവരങ്ങ് വിഷമിച്ചു. കാരണം ജയദ്രഥനെ സംരക്ഷിക്കാൻ പറ്റിയില്ല. 8 അക്ഷൗഹിണി സൈന്യങ്ങളും പോയി. കൃഷ്ണൻ മായയാൽ ഇരുട്ടാക്കി. ആകപ്പാടെ കൗരവരുടെ കഥ കഴിഞ്ഞു അല്ലെ. ജയദ്രഥന്റെ വധം, ജയദ്രഥനെ കൊന്നു എന്നറിയിക്കാനായിട്ട് പാർത്ഥനും കൃഷ്ണനും എന്ത് ചെയ്തു? നേരെ ശംഖനാദം എടുത്തങ്ങോട്ട് മുഴക്കി. ഭീമസേനൻ എന്ത് ചെയ്തു? ആകാശം കേൾക്കെ ഉച്ചത്തിലുള്ള സിംഹനാദം കൊണ്ട് പാണ്ഡവ പടയങ്ങ് വിവരമറിയിച്ചു. വിട്ടില്ല. ജയദ്രഥനെ വധിച്ചു എന്നറിയിക്കാനാണ് കൃഷ്ണനും അർജുനനും ആ ശംഖെടുത്തങ്ങോട്ട് വിളിച്ചു. എന്നിട്ടോ സിംഹനാദം പോലെ തന്നെ നമ്മുടെ ഭീമനും അങ്ങോട്ട് അലറി വിളിക്കാൻ തുടങ്ങി. അർജുനന്റെ പ്രതിജ്ഞ, അർജുനൻ പറഞ്ഞ ആ വാക്ക് നിറവേറ്റിയത് അറിഞ്ഞപ്പോഴേക്കും നമ്മുടെ ധർമ്മപുത്രൻ വല്ലാണ്ടങ്ങ് സന്തോഷവാനായി. ധർമ്മപുത്രൻ അങ്ങ് സന്തോഷത്തോടെ, ശരിക്കും പറഞ്ഞ കണ്ണീരോടെ, നമ്മൾ പറയില്ലേ ആനന്ദ കണ്ണീരെന്നൊക്കെ പറയില്ലേ, ആ ആനന്ദ കണ്ണീരോടെ നമ്മുടെ ധർമ്മപുത്രൻ അങ്ങ് ഇരുന്നു. അങ്ങനെ ജയദ്രഥനെ വധിച്ചതിന് ശേഷം യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ എല്ലാ മുൻകരുതലുകളെയും, അതായത് കൗരവ വംശത്തിന്റെ എല്ലാ മുൻകരുതലുകളെയും താറുമാറാക്കിയിട്ട് അർജുനൻ സൈന്ധവനെ കൊന്നു എന്നറിഞ്ഞപ്പോൾ കൗരവന്മാർക്കുണ്ടായ വേദനയും ദേഷ്യവും പകയും ഒന്ന് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. വിജയം ആഘോഷിക്കുന്ന ആ പാണ്ഡവ സൈന്യത്തിന്റെ നേരെ കൗരവന്മാര് വീണ്ടും യുദ്ധം തുടങ്ങി. ഇവരെത്ര കിട്ടിയാലും പഠിക്കില്ല എന്നുള്ളതാണ്. എത്ര കിട്ടിയാലും ഈ കൗരവന്മാര് പഠിക്കില്ല. വിജയം ആഘോഷിക്കുകയാണ് പാണ്ഡവര്. അവരുടെ നേരെ വീണ്ടും കൗരവന്മാര് യുദ്ധം ചെയ്യാൻ തുടങ്ങി. കൃപരായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ആള്. കൃപരാണ് ആദ്യം യുദ്ധം തുടങ്ങിയത്. അശ്വത്ഥാമാവ് എന്ത് ചെയ്തു? കൃപർക്ക് വേണ്ട സഹായമൊക്കെ ചെയ്ത് കൂടെയുണ്ട്. അർജുനൻ നോക്കുന്ന സമയത്ത് ഇവരെ വെറുതെ വിടാൻ പാടില്ല, ഇവര് അടങ്ങിയിരിക്കുന്നില്ലല്ലോ ഇത്രയൊക്കെ സംഭവിച്ചിട്ടൊന്നും തോന്നിയിട്ട് അർജുനൻ വീണ്ടും അങ്ങോട്ട് ശരവർഷം അങ്ങോട്ട് വിടാൻ തുടങ്ങി. ഗുരുവിനെയും ഗുരുപുത്രനെയും വധിക്കാനൊന്നും പാർത്ഥൻ ഒരു ഉദ്ദേശവും ഇല്ല. ഗുരുവിനെയും കൊല്ലണം, ഗുരുവിന്റെ മകനെയും കൊല്ലണം, അങ്ങനെയൊന്നും ചിന്തയൊന്നും ഇല്ല അർജുനന്. പക്ഷേ ആ ഒരു ശരം കൊണ്ട്, അർജുനന്റെ ശരമേറ്റപ്പം കൃപരങ്ങ് വല്ലാണ്ട് വിഷമിച്ച് തളർന്ന് ബോധം കെട്ട് വീണപ്പം അർജുനന് ഭയങ്കര സങ്കടമായി. അർജുനൻ നോക്കുമ്പോൾ അർജുനന്റെ ശരം കൊണ്ട് കൃപരങ്ങ് തളർന്ന് വീണു. അപ്പൊ അർജുനന് വല്ലാത്ത വിഷമം തോന്നി. കാരണം എന്താണെന്നറിയോ? അസ്ത്രവിദ്യ അർജുനന് പറഞ്ഞു കൊടുത്തത് കൃപരായിരുന്നു. മനസ്സിലായില്ലേ? ആരാണോ പഠിപ്പിച്ചത് ആ വ്യക്തിയേക്ക് നേരെ തന്നെ അർജുനന് ഈ ഒരു ശരവർഷം പ്രയോഗിക്കേണ്ടി വന്നു. അത് അർജുനന് ഭയങ്കര സങ്കടമായി. വലിയ പശ്ചാത്താപമുണ്ടായ അർജുനന്. എനിക്ക് ശരങ്ങൾ അയ്യാൻ പഠിപ്പിച്ചു തന്ന ആ വ്യക്തിയോട് തന്നെ ഞാനിത് ചെയ്യണ്ടേ എന്നുള്ളൊരു തോന്നല് അർജുനന്റെ ഉള്ളിലുണ്ടായി. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന അർജുനനെ എതിർക്കാൻ വേണ്ടി വന്നത് നമ്മുടെ കർണനായിരുന്നു. അർജുനൻ വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ്. പക്ഷെ കർണൻ ആ സമയത്ത്, അർജുനൻ ആ വിഷമിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അർജുനനോട് എതിർക്കാൻ വേണ്ടി വന്നു. എന്നാൽ പാഞ്ചാലരും സാത്വികിയും കൂടെ നേരെ കർണനോട് അങ്ങ് വിട്ടില്ല. അർജുനൻ ഏതായാലും വിഷമിച്ചിരിക്കുന്നു, ആ സമയം നോക്കിയല്ലേ കർണ നീ വന്നതെന്നും പറഞ്ഞുകൊണ്ട് പാഞ്ചാലരും സാത്വികിയും കൂടെ നേരെ കർണനോട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. പാർത്ഥനും അവരെ സഹായിക്കാൻ പോണെന്നുണ്ടെങ്കിലും കൃഷ്ണൻ അങ്ങ് തടഞ്ഞു. അവരെ സഹായിക്കാൻ വേണ്ടി അർജുനന് പോണെന്നുണ്ടായിരുന്നു, സാത്വികിയുടെയും പാഞ്ചാലരുടെയും കൂടെ. പക്ഷെ കൃഷ്ണൻ തടഞ്ഞു. കൃഷ്ണൻ പറഞ്ഞു, കർണനോട് എതിരിടുവാൻ ഇപ്പോൾ സാത്വികി മതി. പാർത്ഥ, നീ ഇപ്പൊ പോണ്ട. ഇന്ദ്രൻ അവന് നൽകിയ ഒരു വിശിഷ്ടമായിരിക്കുന്ന അമോഘമായിരിക്കുന്ന ഒരു വേല് അവൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആര്? സാത്വികി. ഇന്ദ്രൻ നല്ല ശക്തമായ ഒരു വേല് സാത്വികിക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നീ ഇപ്പം അവരെ സഹായിക്കാൻ പോണ്ട. കർണനോട് എതിർക്കാൻ സാത്വികി മതി, നീ പോണ്ട. അതുകൊണ്ട് ഒരു ശത്രുവിനെ മാത്രമേ നശിപ്പിക്കാൻ സാധിക്കൂ. ആ വേലുപയോഗിച്ചിട്ട് ഏതെങ്കിലും ഒരു ശത്രുവിനെ നശിപ്പിക്കാൻ കഴിയും. അത് അവൻ നിന്നെ വധിക്കാനായിട്ട് കാത്തുവെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോ കർണൻ സാത്വികിയുമായിട്ട് ഒന്ന് നോക്കട്ടെ. കർണന്റെ കയ്യിലാണുള്ളത് കേട്ടോ വേല്, സാത്വികിയുടെ കയ്യിലല്ല, കർണന്റെ കയ്യിലുണ്ട് അങ്ങനെ ഒരു വേല്, ഇന്ദ്രൻ കൊടുത്തതാണ്. അപ്പം ആ വേല് ഉപയോഗിച്ചിട്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഞാൻ പറഞ്ഞത്
കർണന്റെ കവചകുണ്ടലങ്ങൾ വാങ്ങാൻ വേണ്ടി ഇന്ദ്രൻ വന്നത് ഒരു ബ്രാഹ്മണന്റെ വേഷം കെട്ടിക്കൊണ്ട്. ആ സമയത്ത് കർണൻ ചോദിച്ച ഒരു തിരിച്ചു ചോദിച്ച ഒരു ഇത് അമോഘമായിരിക്കുന്ന ഒരു ഇത് ചോദിച്ചിട്ടില്ലേ, അതാണ് ആ വേല്. അപ്പൊ ആ വേല് കൊണ്ട് ഒരു പ്രാവശ്യമേ ഒരു ശത്രുവിനെ കൊല്ലാൻ പറ്റൂ. എന്നിട്ട് ആ വേല് തിരിച്ചു തന്നെ ഇന്ദ്രന്റെ കയ്യിലേക്ക് തന്നെ പോകുന്നു. ഞാൻ കുറച്ച് നാൾ മുമ്പേ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു, ഓർക്കുന്നുണ്ടോ ആ സംഭവം? ഒരു ബ്രാഹ്മണ വേഷധാരിയായിട്ട് ഇന്ദ്രൻ വരും, എന്നിട്ട് കവചകുണ്ടലങ്ങൾ ചോദിക്കും. അങ്ങനെ ആ കവചകുണ്ടലങ്ങൾ കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം കർണനും തിരിച്ചു ചോദിക്കുന്നു പറഞ്ഞു. അങ്ങനെ വേല് ചോദിച്ചു. അപ്പൊ ഇന്ദ്രൻ പറഞ്ഞു, ഈ വേല് കൊണ്ട് ഒരാളെ ഒരു പ്രാവശ്യം കൊല്ലാൻ പറ്റും. എന്നിട്ട് ആ വേല് തിരിച്ച് ഇന്ദ്രന്റെ കയ്യിലേക്ക് തന്നെ വരും എന്ന് പറഞ്ഞില്ലേ, ആ വേലാണത്. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു കൊടുത്തു, അങ്ങനെ ഒരു വേല് ഉണ്ട്. ആരെ കയ്യിൽ എന്നറിയോ? ഈ കർണന്റെ കയ്യില്. അപ്പൊ അതുകൊണ്ട് നീ ഇപ്പൊ പോണ്ട, സാത്വികി നോക്കിക്കോളും, നീ ഇപ്പൊ അങ്ങോട്ട് പോണ്ട. അപ്പൊ പാർത്ഥൻ അത് സമ്മതിച്ചിട്ട് സാത്വികയെ സഹായിക്കാൻ പിന്നെ പോയില്ല. പാർത്ഥൻ അങ്ങനെ നിന്നു. പിന്നീട് എന്തുണ്ടായിന്നറിയോ? സാത്വികിയും കർണനുമായിട്ട് ഭയങ്കരമായൊരു യുദ്ധം നടന്നു. യുയുദ്ധാനനും ഉത്തമൗജസും കൂടി സാത്വികയെ സഹായിക്കാൻ എത്തി. ഭയങ്കരമായിരിക്കുന്ന ആ യുദ്ധത്തില് കർണൻ എന്ത് ചെയ്തു? ഒരുപാട് ദിവ്യമായിരിക്കുന്ന അസ്ത്രങ്ങൾ കൊണ്ട് സാത്വികയെ അങ്ങ് ശരിക്കും ഉപദ്രവിച്ചു കർണൻ. പക്ഷേ സാത്വികയ്ക്ക് അതൊന്നും ഒരു മാറ്ററേ അല്ല, ഒരു വിഷയമേ അല്ല. സാത്വികയ്ക്ക് ഒട്ടും കൂസലില്ല. ഒരുപാട് ശരങ്ങൾ എടുത്തിട്ട് സാത്വിക എന്ത് ചെയ്തു? കർണനെ അങ്ങ് ശരിക്കും അങ്ങോട്ട് തിരിച്ചടിച്ചു. എന്നിട്ട് സൂതനെയും വധിച്ചു, 4 കുതിരകളെ അങ്ങ് ഇല്ലാണ്ടാക്കി. ആ സമയത്ത് വീരനായിരിക്കുന്ന കർണന്റെ സൂതനെയും കുതിരകളെയൊക്കെ സാത്വികി കൊന്നു. ആ സമയത്ത് നല്ല ശക്തിമാനായിരിക്കുന്ന കർണനെ സാത്വികി ഒന്നുമല്ലാതെ ആക്കിയിട്ട് സൈനികരെല്ലാം കർണനെ വിട്ടിട്ട് പോയി കളഞ്ഞു. എല്ലാവർക്കും പേടിയായി. കർണനെ നോക്കുമ്പോ സാത്വികി അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് ഇവര് തമ്മിൽ യുദ്ധം നടക്കാനും. ഉടനെ തന്നെ കർണൻ എന്ത് ചെയ്തു? ദുര്യോധനന്റെ തേരുണ്ടായിരുന്നു അടുത്ത്. ഇവര് തമ്മിലുള്ള യുദ്ധം നടക്കുന്നതിന്റെ ഇടയ്ക്ക് കർണനെ വിട്ട് എല്ലാവരും പോയി. കർണൻ നോക്കുന്ന സമയത്ത് കർണന്റെ രഥവും പോയി, കുതിരകളും പോയി, എല്ലാം പോയി. ആ സമയത്ത് കർണൻ നോക്കുമ്പോ തൊട്ടടുത്ത് തന്നെ ദുര്യോധനന്റെ തേരുണ്ട്. നേരെ കർണൻ ദുര്യോധനന്റെ തേരിലേക്ക് അങ്ങ് ചാടി കയറി. എല്ലാവരും ഒരുമിച്ച് എന്ത് ചെയ്തു? സാത്വികയെ കൊല്ലാൻ ശ്രമിച്ചു. എല്ലാരും കൂടെ ചേർന്ന് സാത്വികയെ കൊല്ലാൻ ശ്രമിച്ചപ്പോഴും അവർക്ക് കൊല്ലാൻ പറ്റിയില്ല. സാത്വികയെ അങ്ങനെ എങ്ങനെയൊന്നും കൊല്ലാൻ പറ്റില്ലല്ലോ. കർണനെ കൊല്ലാൻ വേണ്ടിയിട്ട് അർജുനനും ധൃതരാഷ്ട്രരുടെ മക്കളെ കൊല്ലാൻ വേണ്ടി ഭീമനും ശപഥം ചെയ്തിട്ടുണ്ട്. കർണനെ കൊല്ലാൻ വേണ്ടിയിട്ട് അർജുനനും സത്യം ചെയ്തിട്ടുണ്ട് കർണനെ കൊല്ലുമെന്ന്. ധൃതരാഷ്ട്രരുടെ മക്കളെ കൊല്ലാൻ വേണ്ടി ഭീമനും സത്യം ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരെയും സാത്വികി എന്ത് ചെയ്തു? നേരെ വിട്ടു. കാരണം വെച്ചാൽ സാത്വികിക്ക് എങ്ങനെയെങ്കിലും ഇവരോട് പോരാടിയേ പറ്റൂ. ആ യുദ്ധം നടന്ന സമയത്ത് ഭീമൻ എന്ത് ചെയ്തു? 31 ധൃതരാഷ്ട്രരുടെ മക്കളെ ഭീമൻ കൊന്നു. ഭീമൻ പറഞ്ഞായിരുന്നു, ധൃതരാഷ്ട്ര മക്കളെ, പുത്രന്മാരെ എല്ലാം ഞാൻ കൊല്ലുന്ന ഭീമൻ ഒരിക്കൽ പറഞ്ഞിരുന്നു. കാരണം അത്രയും ദേഷ്യം ഭീമന് എവിടെ വെച്ചിട്ടുണ്ടെന്നറിയോ? കൗരവ സഭയിൽ വെച്ചിട്ട് പാഞ്ചാലിയോട് കാണിച്ചതിന് ഭീമൻ ഉണ്ടായിരുന്നു. അപ്പൊ ഭീമൻ പറഞ്ഞു, ഇവരെ ഒരെണ്ണത്തിനെ ഞാൻ വെറുതെ വിടൂല, എല്ലാത്തിനെയും കൊല്ലുമെന്ന്. ആ സമയം നോക്കി ഭീമൻ എന്ത് ചെയ്തു? 31 ധൃതരാഷ്ട്രരുടെ 31 മക്കളെ ഭീമൻ കൊന്നുകളഞ്ഞു. ജയദ്രഥന് പുറമെ ഒരുപാട് മഹാരഥന്മാരന്ന് കൗരവസേനയ്ക്ക് നഷ്ടപ്പെട്ടു. ജയദ്രഥനും മരിച്ചു. ഒരുപാട് വലിയ വലിയ ശക്തിയുള്ള മക്കളും അന്ന് കൗരവസഭയ്ക്ക് നഷ്ടപ്പെട്ടു. കൊന്നുകളഞ്ഞു, ഭയങ്കരമായിട്ട് കൊന്നുകളഞ്ഞു. സൂര്യൻ എന്ത് ചെയ്തു? ആ സമയത്ത് അസ്തമയത്തിലേക്ക് പോയി. സൂര്യൻ പോയതോടെ എല്ലാവരും യുദ്ധം നിർത്തി. അസ്തമയമായി കഴിഞ്ഞാൽ പിന്നെ യുദ്ധം ചെയ്യാൻ പാടില്ല. അങ്ങനെ ആ സമയമായപ്പോഴേക്കും സൂര്യാസ്തമയമായി. അന്നത്തെ യുദ്ധത്തെ പറ്റി കൃഷ്ണൻ എന്ത് ചെയ്തു? അർജുനനെ അങ്ങ് ഒരുപാട് പ്രശംസിച്ചു. കാരണം അർജുനൻ ചെയ്ത ശപഥം, അതിനുവേണ്ടി അർജുനൻ എടുത്ത ആ ഒരു എഫേർട്ട്, ആ ഒരു മനസ്സ്, അങ്ങനെ ഒരുപാട് അർജുനൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ സമയത്ത് കൃഷ്ണൻ ഒരുപാട് അർജുനനെ അങ്ങ് എന്ത് ചെയ്തു? ഒത്തിരി പ്രശംസിച്ചു. അർജുന, മഹത്തായ ഒരു കാര്യമാണ് നീ ഇന്ന് സാധിച്ചത്. ചെറിയ കാര്യമൊന്നല്ല അർജുന. കൃഷ്ണൻ പറയാണ്, ഭാഗ്യം തന്നെയാണ് അർജുന നീ ഇന്ന് ചെയ്തത്. ധാർത്തരാഷ്ട്ര സൈന്യത്തോട് എതിർത്ത് ജയിക്കാന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. കൗരവ വംശത്തോട് എതിർത്ത് ജയിക്കാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല അർജുന. നിനക്കല്ലാതെ മറ്റാർക്കും ഇത് സാധിക്കില്ല അർജുന. മകനോടൊപ്പം പാപിയായിരിക്കുന്ന ആ വൃദ്ധക്ഷതനും ഇന്ന് മൃതി അടഞ്ഞു. ആരാണ്? നമ്മുടെ
ജയദ്രഥനോടൊപ്പം തന്നെ ജയദ്രഥന്റെ അച്ഛനും ഇന്ന് മരിച്ചു. ഹേ ശത്രുതാപന, നീ ഒറ്റയ്ക്ക് കാട്ടുന്ന ഈ കഴിവ് മറ്റാർക്കും കാട്ടുവാൻ സാധിക്കുന്നതല്ല. കൃഷ്ണൻ പറയാണ്. ഇങ്ങനെ പലതും പറഞ്ഞിങ്ങനെ കൃഷ്ണൻ ഇങ്ങനെ അർജുനനെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോ അർജുനൻ പറഞ്ഞു, ഹേ മാധവ, എല്ലാം അങ്ങയുടെ കൃപ കൊണ്ടാണ് സാധിക്കുന്നത്. ഈ വിജയം ഒരു ആശ്ചര്യമെന്നല്ലാതെ ഞാൻ എന്താണ് പറയുക? അങ്ങ് നാഥനായി നയിക്കുമ്പോൾ, പാർത്ഥസാരഥിയായി അങ്ങ് കൂടെയുണ്ടാകുമ്പോൾ എന്താണ് സാധിക്കാത്തത് മാധവ? അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ യുദ്ധത്തിൽ ജയിക്കുകയും ധർമ്മരാജൻ ഭൂമിയെല്ലാം നേടുകയും ചെയ്യും. എല്ലാം അങ്ങയുടെ പ്രഭാവം ഒന്ന് മാത്രം മാധവ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളുടെ കഴിവല്ല നമ്മളൊന്നും നേടുന്നത്, നമുക്കൊന്നും കിട്ടുന്നത്. എല്ലാം കൃഷ്ണന്റെ കഴിവാണ്. കൃഷ്ണൻ എവിടെയുണ്ടോ അവിടെ വിജയമുണ്ട്, ശാന്തിയുണ്ട്, സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, എല്ലാം ഉണ്ട്. കൃഷ്ണൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കൃഷ്ണൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെയാണ് വിജയം. ഒരു ടെൻഷനും നമുക്ക് വേണ്ട. പക്ഷേ കൃഷ്ണൻ അങ്ങനെയൊന്നും നമ്മുടെ കൂടെ വരില്ല. നമ്മൾ ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു നല്ല മനസ്സോടുകൂടി തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. എന്താണ് കൃഷ്ണാവബോധം, അതേപോലെ നമ്മൾ മുന്നോട്ട് പോകണം. ഓക്കെ, ആ അർജുനൻ പറഞ്ഞ ആ വാക്ക് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ കൃഷ്ണൻ എന്ത് ചെയ്ത് പിന്നീട് അർജുനന് യുദ്ധഭൂമി എല്ലാം കാണിച്ചു കൊടുത്തു. കൃഷ്ണൻ പറഞ്ഞ, അർജുന വാ, ഞാൻ ഈ യുദ്ധഭൂമി എല്ലാം നിനക്ക് കാണിച്ചിരാത്താതെ കാണിച്ചു കൊടുത്തു. യുദ്ധത്തിൽ വിജയം വിചാരിച്ച് വന്നിട്ടുള്ള രാജാക്കന്മാരൊക്കെ, യുദ്ധത്തിൽ ജയിക്കുന്ന കരുതി വന്ന രാജാക്കന്മാരൊക്കെ കയ്യും കാലും ഒക്കെ മുറിഞ്ഞ് അവിടെയും ഇവിടെയൊക്കെ മരിച്ചു വീണ് കിടക്കുകയാണ്. ഒരുപാട് രാജാക്കന്മാർ തലയൊക്കെ പോയി, കുറേ പേരിങ്ങനെ ചോര വാർന്നൊലിച്ച്, കാലില്ല കൈയില്ല, ചില ആൾക്കാരിങ്ങനെ ശരീരം രണ്ടായി പിളർന്ന്, ചില ആൾക്കാർ നെടുകെ കീറി, ചില ആൾക്കാർ കണ്ണില്ല മൂക്കില്ല, വളരെ എന്താ പറയുക, കണ്ടാൽ അറയ്ക്കുന്ന തരത്തിലുള്ള രീതിയിൽ ഭയാനകമായിരിക്കുന്ന ഒട്ടും നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയായിരുന്നു ആ കുരുക്ഷേത്ര ഭൂമിയിൽ കിടന്നത്. അവിടെ പറയുന്ന ഒരു വാക്കെന്താ അറിയോ? മഹാഭാരതത്തിലെ മണ്ണിന് വേണ്ടി ആഗ്രഹിക്കുന്നവരുടെയും ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരുടെയും നില ഇതുതന്നെയാണ്. അതാണ് ഇവിടെ മഹാഭാരതത്തിൽ പറയുന്നത്. എന്താണ്? മണ്ണിന് വേണ്ടിയിട്ടും ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടിയിട്ടും ആരാണോ ആഗ്രഹിക്കുന്നത് അമിതമായിട്ട്, അവരുടെ അവസ്ഥയാണ് കുരുക്ഷേത്ര ഭൂമി. കയ്യും കണ്ണും തലയും കാലും വാലും എല്ലാം പോയി ഒന്നുമല്ലാതെ മരിച്ചു കിടക്കും. നമുക്ക് ഈശ്വരൻ എത്ര നല്ല സ്ഥാനം തന്നിട്ടുണ്ടോ ആ സ്ഥാനം മതി. അതിന്റെ മുകളിലേക്ക് ഒരു സ്ഥാനം നമ്മൾ ആഗ്രഹിക്കരുത്. മനസ്സിലായില്ലേ? നമ്മൾക്ക് ഭഗവാൻ ഒരു 6 അടി മണ്ണ് അത് എന്നേക്കും നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്, അത് ഉറപ്പാണ്. അതിന്റെ മേളിലേക്ക് നമ്മളൊരു മണ്ണ് ആഗ്രഹിച്ച് തുള്ളേണ്ട കാര്യമില്ല. ഭഗവാൻ തരാൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തരും. നമ്മളായിട്ട് ഭഗവാനോടൊന്നും ചോദിച്ചു വാങ്ങണ്ട. മനസ്സിലായില്ലേ? നമ്മൾ എന്താഗ്രഹിച്ചാലും എങ്ങനെ ആഗ്രഹിച്ചാലും ഭഗവാൻ തീരുമാനിക്കും അത് കൊടുക്കണോ വേണ്ടയോ എന്ന്. അങ്ങനെ കിട്ടാൻ യോഗ്യമുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. നമ്മളായിട്ട് ചോദിച്ചു വാങ്ങി ഒന്നും നമ്മളെടുത്ത് തലയിൽ വെക്കണ്ട, ഒന്നും വേണ്ട. ഇപ്പം നാളെ എന്ന് പറയുന്ന ദിവസം നമ്മൾക്ക് മുമ്പിൽ ഉണ്ടോ ഇല്ലേ എന്ന് നമുക്കറിയോ? ഒരു ഉറപ്പും നമുക്കില്ല, അല്ലേ? നല്ല രീതിയിൽ ഷട്ടിൽ കളിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് പോയവരൊക്കെ ആ ഷട്ടിൽ ഗ്രൗണ്ടിൽ തളർന്ന് വീണു എന്ന് കേൾക്കുന്ന എത്രയോ ന്യൂസ് ഉണ്ട്. നല്ല രീതിയിൽ വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ട് വരാമെന്നും പറഞ്ഞ് പോയവർ ശവമായി തിരിച്ചു വന്നിട്ടുണ്ട്. എത്രയോ പേര് ഗൾഫിലും അവിടേക്കും ഇവിടേക്കും ജോലി തേടി പോയിട്ട് പിന്നീട് ബോഡി പോലും നാട്ടിലേക്ക് എത്താത്തതുണ്ട്. നിരവധി കാര്യങ്ങൾ നമുക്ക് ചുറ്റിലും ഉണ്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് നാളെ എന്ന് പറയുന്ന ദിവസം നമുക്ക് ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം, അത് ചെയ്യാം, ഇത് ചെയ്യാം. ഭാവിയെക്കുറിച്ച് ഒരിക്കലും ആകുലതപ്പെടരുത്. ഭാവി അത് നമ്മളുടെ കൈകളിൽ ഇല്ലാത്ത കാര്യമാണ്. പക്ഷെ ഇപ്പോ ഈ നിമിഷം ഭഗവാൻ നമുക്ക് നമ്മുടെ കൈകളിൽ സമയം തന്നിട്ടുണ്ട്. ആ സമയം നമ്മൾ ആ സമയത്തിന് വേണ്ടിയിട്ട്, ആ നിമിഷത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നില്ല. നമ്മൾ നാളെകളെ കുറിച്ച് ഓർത്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ശരിയല്ല. മനസ്സിലായില്ലേ? അതൊട്ടും ശരിയല്ല. നാളെ ഓക്കെ, അത് നാളെ ആവട്ടെ, അത് നാളെ നടക്കും. മനസ്സിലായില്ലേ? ഇന്ന് ഈ സമയം ഈശ്വരൻ തന്നത് നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നോ ഇല്ലേ, അത്രമാത്രം ചിന്തിച്ചാൽ മതി. ഈ സമയം നമ്മൾ നന്മയാണോ ചെയ്യുന്നത്? ഈ സമയം നമ്മൾ കാരണം ഒരാൾ വേദനിക്കുന്നുണ്ടോ? ഈ സമയം നമ്മൾ ഒരാൾക്ക് ഭക്ഷണമോ വസ്ത്രമോ കൊടുത്ത് അവർ സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ടോ? ഇത്രയും ചിന്തിക്കുക, ഇത്ര മാത്രം ചിന്തിക്കുക. ഞാൻ തെരുവിൽ ഭക്ഷണം കൊടുക്കാൻ പോകുന്ന സമയത്ത് ഈ വ്യക്തികൾ നാളെ ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ, നാളെ ഭക്ഷണം കൊടുക്കാൻ ഞാനുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് ആ സമയം നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
ഓക്കെ, നാളെക്കുറിച്ച് ആലോചിച്ച് ഭൂമിക്ക് വേണ്ടിയും സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടും സ്വത്തിന് വേണ്ടിയിട്ടും ഒക്കെ ഒരുപാട് വഴക്കിട്ട് ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാര് എന്താണ് നേടിയെടുക്കുന്നത്? എന്താണ് അതിൽ നിന്നുള്ള നേട്ടം? ഒരു നേട്ടവും ഇല്ല. നമ്മുടെ ജീവിതം ഒരു ബിഗ് സീറോ ആയി പോവും. മനസ്സിലായില്ലേ? സന്തോഷിക്കേണ്ട സമയത്ത് നമ്മൾ സന്തോഷിക്കുക. വരാനിരിക്കുന്ന ദുഃഖങ്ങളെ കുറിച്ച് ഓർത്തിട്ട് ഇപ്പോഴേ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട. നാളെ നമ്മൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം നമ്മൾ ഫേസ് ചെയ്യേണ്ടതുള്ളൂ. അത് ഭഗവാന്റെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. ഇന്നലകളെ കുറിച്ച് ഓർത്ത് നമ്മൾ പരിതപിച്ചിട്ടും കാര്യമില്ല. അത് പാസ്റ്റ്, കഴിഞ്ഞു പോയി, ഇനി നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ജീവിക്കേണ്ടതും നമ്മൾ ചിന്തിക്കേണ്ടതും നമ്മൾ പ്രവർത്തിക്കേണ്ടതും ഇപ്പോ ഈ നിമിഷമാണ്, അല്ലാതെ നാളെയല്ല. ഓക്കെ, അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, മണ്ണിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരാവട്ടെ, ഈ ലോകത്തുള്ള സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരാവട്ടെ, അവരുടെ എല്ലാവരുടെയും ജീവിതം ഉറപ്പായിട്ടും ഒരു കുരുക്ഷേത്ര ഭൂമിയാണ്. എല്ലാം നഷ്ടപ്പെട്ട് അങ്ങനെ കിടക്കേണ്ടി വരും. ഒരാൾക്കും വേണ്ടാത്ത ഒരു ജഡമായി നമ്മൾ കിടക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. എൻ്റെ വല്യച്ഛൻ പണ്ട് മുതൽ പറയുന്നൊരു വേർഡ് ഉണ്ട്, ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു. എന്താണ്? നമ്മള് നായയെ പോലെ മരിക്കരുത്, നരിയെ പോലെ മരിക്കണം. നരിയായി ജനിച്ച് നായയെ പോലെ മരിക്കരുത്. നായയെ പോലെ ജനിച്ചാലും നരിയെ പോലെ മരിക്കണമെന്ന്. മനസ്സിലായില്ലേ? അത് നമ്മൾ ചിന്തിക്കണം എപ്പോഴും. നമ്മൾ ഇല്ലായ്മകളിലായിരിക്കും ജനിച്ചിരിക്കുന്നത്, നമുക്കൊന്നും ഉണ്ടാവില്ല. എന്നാലും നമ്മുടെ പേര്, നമ്മുടെ അന്തസ്, അഭിമാനം, അതിനായിരിക്കണം ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ എത്ര പണം നേടുന്നു, എത്ര സ്വത്ത് നേടുന്നു, ഇതൊന്നും അല്ല. പണം കൊണ്ടും പ്രശസ്തി കൊണ്ടും അല്ല പേരെടുക്കേണ്ടത്. പേരുകൊണ്ട് നമ്മൾ പ്രശസ്തി എടുക്കണം. അത് നല്ല രീതിക്കായിരിക്കണം. മനസ്സിലായില്ലേ? നല്ല രീതിക്ക് പേരെടുത്ത് നമ്മുടെ ജീവിതം 4 പേർക്ക് വേണ്ടി ആവരുത്. നമ്മുടെ അച്ഛൻ, അമ്മ, ചേച്ചി, ചേട്ടൻ, സഹോദരൻ, ഭാര്യ, മക്കൾ, ഇങ്ങനെ 4 പേരുടെ ചട്ടക്കൂടിലാവരുത് നമ്മുടെ ജീവിതം. 4 കോടി ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കണം. അപ്പോഴാണ് നമ്മുടെ ജീവിതം ഒരു അർത്ഥവത്താവുന്നത്. മനസ്സിലായില്ലേ? ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമുക്ക് കൊണ്ടുപോകാൻ ഒന്നുമില്ല, കൊടുത്തിട്ട് പോകാൻ ഏറെയുണ്ട്. നമ്മൾ ചെയ്യുന്ന നല്ല നല്ല വാക്കുകൾ, നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ, നമ്മൾ എന്നും ദാനം കൊടുക്കാൻ അർഹതപ്പെട്ടവരാണ്. പണം കൊണ്ട് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു പുഞ്ചിരി കൊണ്ടൊരു, അല്ലെങ്കിൽ ഒരു ആശ്വാസ വാക്കുകൊണ്ട്, ഒരു ചേർത്ത് പിടിക്കൽ കൊണ്ട് നമുക്ക് ഒരുപാട് പേരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. എല്ലാവരും മലയാളം അറിയുന്നവരല്ലേ? ഒന്ന് തളർന്നവന് മുമ്പിൽ നന്നായി സംസാരിച്ചു നോക്കൂ, ഒരു ധൈര്യം കൊടുത്തു നോക്കൂ. ആ വ്യക്തി ആത്മഹത്യയിൽ നിന്ന് പുറത്തു വരും. ആ വ്യക്തി ജീവിക്കും, ആ വ്യക്തി വിജയിക്കും. അവര് നമ്മളെ നാളെ തിരിഞ്ഞു നോക്കുവോ, നമ്മളെ സംരക്ഷിക്കുവോ, നമ്മളോട് നന്ദി പറയുമോ, ഇങ്ങനെ ഒരു കർമ്മഫലം നമ്മൾ ചോദിക്കണ്ട, നമ്മൾ ആവശ്യപ്പെടണ്ട, നമുക്ക് വേണ്ട, വിട്ടേക്കൂ. നമ്മൾ ഈ സമയം നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനാണ് ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പോ എന്താ പറയുന്നത് വെച്ചാല്, എല്ലാം കണ്ടിട്ട് കൃഷ്ണന്റെയും അർജുനന്മാരും എന്ത് ചെയ്തു? കൃഷ്ണനും അർജുനനും കൂടെ നേരെ ധർമ്മപുത്രന്റെ അടുത്ത് ചെന്നു. എന്നിട്ട് എന്താ പറയുന്നതെന്ന് ഓർത്തു കഴിഞ്ഞാല്, ജയദ്രഥന്റെ കാര്യങ്ങളെല്ലാം സംസാരിച്ചു. അങ്ങനെ ഉഗ്രമായിരിക്കുന്ന, ശക്തമായിരിക്കുന്ന ആ സത്യം നമ്മുടെ അർജുനൻ പാലിച്ചു എന്ന് കണ്ടപ്പോഴേക്കും ധർമ്മപുത്രർ എന്ത് ചെയ്തു? അർജുനനെ അങ്ങ് അങ്ങോട്ട് പിടിച്ചു. വീട്ടിൽ അത്രയും സന്തോഷം. കാരണം ധർമ്മപുത്രൻ അർജുനന്റെ ചേട്ടനാണ്. വളരെയധികം ടെൻഷനായിട്ട് ഇരിക്കുകയാണ് ധർമ്മപുത്രൻ. കാരണം എന്താവും, അർജുനനെ ഈ സന്ധ്യയ്ക്ക് മുമ്പേ അവനെ കൊല്ലാൻ പറ്റുമോ ഇല്ലേ, എന്താ ചെയ്യുക, ഒരു ഭയങ്കരമായ ടെൻഷൻ. പക്ഷെ ആ സമയമാണ് ധർമ്മപുത്രൻ ഒന്ന് ശ്വാസം നേരെ വിട്ട് സമാധാനത്തോടുകൂടി അർജുനനെ അങ്ങ് ചേർത്ത് പിടിച്ചു. യുധിഷ്ഠിരൻ പറഞ്ഞു, എന്നിട്ട് ധർമ്മപുത്രൻ തന്നെയാണ് യുധിഷ്ഠിരൻ, അദ്ദേഹം പറഞ്ഞു, അർജുന, നീ വലിയൊരു കാര്യമാണ് ചെയ്തത്, അല്ലയോ മധുസൂദന. അങ്ങുള്ളപ്പോൾ അർജുനന് പരാജയം പറ്റില്ല എന്ന് എനിക്കറിയാം. എങ്കിലും എൻ്റെ മനസ്സിൽ ഭയങ്കര വിഷമം തോന്നി. അതുകൊണ്ടാണ് സാത്വികിയെയും ഭീമനെയും കൂടെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വിട്ടത്. ദ്രോണൻ, ദ്രോണി, കൃപൻ, ദുര്യോധനൻ, ദുശാസനൻ, അങ്ങനെ ഒരുപാട് മഹാരഥന്മാരാണ് ഈ ജയദ്രഥനെ സംരക്ഷിച്ചു കൊണ്ടിരുന്നത്. ആ സൈന്ധവനെ കൊല്ലാൻ സാധിക്കുക, വധിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഭാഗ്യം തന്നെയാണ്. ഇതുപോലെ മറ്റു ശത്രുക്കളെയൊക്കെ ജയിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. കൃഷ്ണന്റെ തീരുമാനവും അർജുനന്റെ പരാക്രമവും കൂടി ആയാൽ എന്താ സാധിക്കാത്തത് മധുസൂദന എന്ന് ചോദിച്ചു. ആര്? നമ്മുടെ ധർമ്മപുത്രൻ. അപ്പൊ കൃഷ്ണൻ പറയാണ്, ഹേ രാജാവേ, ഭവാന്റെ കോപാഗ്നിയിലാണ് ദുഷ്ടനായ ജയദ്രഥൻ ദഹിച്ചു പോയത്. ദുര്യോധനൻ ഭവാനെ പ്രകോപിപ്പിച്ചു. ആ കോപാഗ്നിയിൽ അവരെല്ലാം ചാമ്പലാവാൻ പോവുകയാണ്. ഭവാന്റെ ക്രോധത്തിന് പാത്രമായ ഭീഷ്മർ പോലും അജയ്യനാണെങ്കിലും ഇപ്പോൾ ശരശയ്യയിൽ കിടക്കുന്നു.
ഇതുതന്നെയാണ് കൗരവന്മാരുടെ എല്ലാവരുടെയും കഥ. അവരുടെ എല്ലാം ജീവിതം അവസാനിക്കാറായി. എന്താ പറഞ്ഞത്? കൃഷ്ണൻ പറയാണ് നമ്മുടെ ധർമ്മപുത്രരോട്, എൻ്റെ കഴിവൊന്നുമല്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇത്രയും വലിയ എല്ലാ ബ്രഹ്മാണ്ടങ്ങൾക്കും അധിപതിയായിരിക്കുന്ന കൃഷ്ണൻ പറയാണ്, ഇതൊന്നും എൻ്റെ കഴിവ് കൊണ്ടല്ല സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം കൃഷ്ണന്റെ കഴിവാണ്. പക്ഷെ അദ്ദേഹം എത്ര എളിമയോടുകൂടിയാണ് സംസാരിക്കുന്നത് നോക്കൂ. ഇതൊന്നും എൻ്റെ കഴിവല്ല ധർമ്മപുത്ര, ഇതെല്ലാം അങ്ങയുടെ ദേഷ്യം, അങ്ങയോടും അങ്ങയുടെ വംശത്തോടും അങ്ങയുടെ സഹോദരങ്ങളോടും അങ്ങയുടെ ഭാര്യയോടും അമ്മയോടും ഒക്കെ ചെയ്ത ഏറ്റവും വലിയ വഞ്ചന, അതിലൂടെ അങ്ങേക്കുണ്ടായ ക്രോധം, അങ്ങയുടെ വേദന, അതുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? ആ ഭീഷ്മര് പോലും വലിയ അജയനാണ്, അയാൾ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹം പോലും ഇന്ന് ശരശയ്യയിലാണ്. ഇതൊക്കെ എൻ്റെ കഴിവല്ല, കൃഷ്ണൻ പറയാണ്. കൃഷ്ണൻ അങ്ങനെ പറയുമ്പോൾ കൃഷ്ണനെ ആഗ്രഹിക്കുന്ന നമ്മൾക്ക് എത്രത്തോളം നമ്മൾ താഴേക്ക് വരണം ആലോചിച്ചു. കൃഷ്ണൻ തന്നെ ഇങ്ങനെ താഴേക്ക് വരികയാണെങ്കിൽ കൃഷ്ണനെ ആഗ്രഹിക്കുന്ന നമ്മൾ എത്ര താഴ്മയിലേക്ക് വരണം, എത്ര എളിമയിലേക്ക് വരണം. ചിന്തിക്കണം നമ്മൾ. മഹാഭാരതം വെറും ഒരു സാധാരണ ഗ്രന്ഥമല്ല. മഹാഭാരതത്തിലുള്ളത് മാത്രമേ ലോകത്തിലുള്ളൂ. ലോകത്തിൽ ഇല്ലാത്തതൊന്നും മഹാഭാരതത്തില്ല. എ കംപ്ലീറ്റ് ബുക്ക്, അതാണ് മഹാഭാരതം. കംപ്ലീറ്റ് ആണ്. മനസ്സിലായില്ലേ? അപ്പൊ ആ മഹാഭാരതത്തിൽ ജീവിതം മുഴുവനുണ്ട്. ഒരു മനുഷ്യന്റെ കംപ്ലീറ്റ് ഹിസ്റ്ററിയും ജീവിതവും എല്ലാം മഹാഭാരതത്തിലുണ്ട്. ഈ മഹാഭാരതത്തിന്റെ ഒരു ചെറിയ ഏട് മാത്രമാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ആ യുദ്ധം നടക്കുന്ന, കുരുക്ഷേത്ര യുദ്ധം നടക്കുന്ന സമയത്ത് അർജുനൻ ഒന്ന് സ്വന്തം ബന്ധുമിത്രാദികളോട് എങ്ങനെയാണ് യുദ്ധം ചെയ്യാന്ന് ആലോചിച്ച് വിഷമിപ്പിച്ചപ്പോ ഭഗവാൻ കൊടുക്കുന്ന ഒരു ഉപദേശം, അത് മാത്രമാണ് ഗീത. മനസ്സിലായില്ലേ? ആ ഒരു ഭാഗം മാത്രമാണ് ഗീത. പക്ഷെ ബാക്കി എല്ലാം ഉള്ളത് മഹാഭാരതത്തിലാണ്. ആ മഹാഭാരതത്തിൽ കൃഷ്ണൻ പോലും ഇത്രത്തോളം താഴ്മയോട് സംസാരിക്കുമ്പോൾ കൃഷ്ണനെ ആഗ്രഹിക്കുന്ന നമ്മൾ എത്രത്തോളം താഴണം, എത്രത്തോളം താഴണം. ഇന്ന് ആർക്കും ഇല്ലാത്തത് അതാണ്, ഒരു താഴ്മ. ഒരാൾ ഒന്ന് പറഞ്ഞാൽ നാലെണ്ണം തിരിച്ചു പറയും. നമ്മൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒരു ക്ഷമ ചോദിക്കുക എന്നുള്ളത് ഏറ്റവും നല്ല കാര്യമാണ്, ഏറ്റവും ബെസ്റ്റ് കാര്യമാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മൾ ഒരിക്കലും താഴോട്ട് പോവില്ല. ആരോടായാലും ക്ഷമ ചോദിക്കുക. ഞാൻ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കൂ, മനസ്സിൽ വെക്കല്ലേ, എൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക്, അത് ഞാൻ മനസ്സിലാക്കുന്നു. അവിടെ നമ്മൾ ഉയരുന്നേ ഉള്ളൂ. എങ്ങനെ ഉയരുന്നു? നമ്മൾ ഈശ്വരനിലേക്ക് അടുക്കുകയാണ്, അല്ലാതെ നമ്മൾ ഒരിക്കലും താഴ്ന്നു പോകുന്നില്ല. അത് മനസ്സിലാക്കണം. ഞാൻ പോയി അവനോട് ക്ഷമ ചോദിക്കില്ല, ഞാൻ എന്തിനു ക്ഷമ ചോദിക്കണം, ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ചിന്തിക്കരുത്. നമ്മൾ ക്ഷമ ചോദിക്കുക. എത്രത്തോളം താഴാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ഭഗവാനിലേക്ക് വരുന്നു. അത് ഭാര്യയോടായാലും ഭർത്താവിനോടായാലും മക്കളോടായാലും സുഹൃത്തുക്കളോടായാലും ബന്ധുക്കളോട് ആരോടായാലും ശരി, നമ്മൾ ക്ഷമിക്കുക. ക്ഷമ എന്ന് പറയുന്നത് ഭഗവാനിലുള്ള ഏറ്റവും വലിയ ഗുണങ്ങളാണ്. ഗുണങ്ങളിൽ ഒരു ഏറ്റവും വലിയ ഗുണമാണത് ക്ഷമ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ക്ഷമിക്കുക, വിട്ടേക്കുക. പിന്നെ നമ്മൾ ആ ഒരു സാഹചര്യത്തിലേക്ക് പോണ്ട. കാരണം നമ്മൾ ക്ഷമ ചോദിക്കുമ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി വിചാരിക്കില്ല എന്താ പറയുക, ഓഹോ വന്ന് കണ്ടോ എൻ്റെ മുമ്പിൽ കീഴടങ്ങി. ഇങ്ങനെയാണ് ചിന്തിക്കുക. നമ്മൾ കീഴടങ്ങുന്നത് ഈശ്വരന്റെ മുമ്പിലാണെന്നുള്ള കാര്യം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് മനസ്സിലാവുന്നില്ല. അയാൾ അവിടെ ഒരു വിഡ്ഢിയാവുകയാണ്. മനസ്സിലായില്ലേ? അയാൾ ശരിക്കും ഒരു വിഡ്ഢിയാവുകയാണ്. അപ്പൊ നമ്മുടെ ശത്രുവിനോടായാലും ശരി, മിത്രത്തോടായാലും ശരി, സോ സോറി, എന്നോട് ക്ഷമിക്കുക, എൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് പറ്റിയിരിക്കുക, അങ്ങ് ഏറ്റു പറഞ്ഞേക്ക്. അവിടെ നമ്മൾ എപ്പോഴും ഉയരെയുള്ളൂ ഭഗവാന്റെ മുമ്പിൽ, നമ്മൾ താഴ്ന്നു പോവില്ല. ഓക്കെ? അപ്പം പിന്നെ മനസ്സിലാക്കേണ്ടത് എന്താന്ന് ഓർത്തു കഴിഞ്ഞാല്, ആ കോപാഗ്നിയിൽ ഭഗവാൻ പറയുന്നു ധൃതരാഷ്ട്രരുടെ നമ്മുടെ എന്താ പറയാ യുധിഷ്ഠിരന്റെ, ധർമ്മപുത്രന്റെ കോപാഗ്നിയിൽ കൗരവ വംശം മുഴുവൻ വെന്ത് ചാമ്പലാവാൻ പോവാണ്. മനസ്സിലായോ? അങ്ങനെ ഭീമനും സാത്വികിയും വന്നിട്ട് നമ്മുടെ ധർമ്മപുത്രരെ അങ്ങ് വന്ദിച്ചു. ഭീമനും സാത്വികിയും വന്നിട്ട് ധർമ്മപുത്രരെ അങ്ങ് വന്ദിച്ചു. ധർമ്മപുത്രൻ എല്ലാവരെയും അങ്ങ് സ്നേഹത്തോടെ അങ്ങ് കെട്ടിപ്പിടിച്ചു. പാണ്ഡവ സൈന്യം മുഴുവൻ ആ വിജയം കണ്ട് ആർത്ത് വിളിച്ചു. വീണ്ടും യുദ്ധം ചെയ്യണം എന്നുള്ള ആ ഒരു ആവേശം ഈ പാണ്ഡവ വംശത്തിൻ്റെ ഉള്ളിൽ മുട്ടിട്ടു. ഇനി വിട്ടുകൊടുക്കില്ല ഞങ്ങള്, ഇനി ഒരുത്തനെയും വെറുതെ വിടില്ല,
എത്രത്തോളം പാണ്ഡവരെ വഞ്ചിച്ചോ, 10-13 കൊല്ലം എങ്ങനെയൊക്കെ കാട്ടിലിട്ട് നരകിപ്പിച്ചോ, ഒരു പാവം സ്ത്രീയായ പാഞ്ചാലിയെ എങ്ങനെയൊക്കെ അപമാനിച്ചോ, തുണി വരേക്കും അഴിപ്പിച്ച് ഊരി വാങ്ങുന്ന രീതിയിൽ അപമാനിച്ചോ, എത്രത്തോളം വേദനിപ്പിച്ചോ, ഇതിനെല്ലാം പകരം ചോദിക്കാനുള്ള സമയം ഭഗവാൻ കൂടെ നിന്ന് കാണിച്ചു കൊടുത്തു. മനസ്സിലായില്ലേ? അവരിതെല്ലാം അനുഭവിക്കുമ്പം ഭഗവാൻ നിശബ്ദനായി നിന്നില്ല. ഭഗവാൻ ആ അച്യുതനായിരിക്കുന്ന, അച്യുതൻ എന്ന് പറഞ്ഞാൽ ചുതിയില്ലാത്തവൻ, വാസുദേവൻ, സമയം നോക്കി വരുന്നവൻ എന്താ ചെയ്തത്? സമയം വരട്ടെ, നിങ്ങൾ അനുഭവിക്കൂ. നിങ്ങൾ ഇതിൻ്റെ എല്ലാം തീക്ഷ്ണത അനുഭവിച്ചതിന് ശേഷം സമയാസമയമാവുമ്പോൾ നമുക്ക് കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ പാണ്ഡവന്മാരുടെ കൂടെ നിന്ന്, പാണ്ഡവന്മാർക്കോടൊപ്പം നിന്ന് കൗരവ വംശത്തിനോട് ഓരോ നിമിഷവും ചോദിക്കേണ്ടത് ശരിയായ രീതിയിൽ കറക്റ്റായിട്ട് ഭഗവാൻ ചോദിച്ചു. അതിനുവേണ്ടി ഭഗവാൻ എന്ത് ചെയ്തു? സൂര്യനെ വരേക്കും മറച്ച് അസ്തമയമുണ്ടാക്കി ഭഗവാൻ കൃത്യമായിട്ട് ചോദിച്ചു. ആ സമയം നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. നിങ്ങളെ ആരൊക്കെ വേദനിപ്പിച്ചോ, ആരൊക്കെ ഒറ്റപ്പെടുത്തിയോ, ആരൊക്കെ അപമാനിച്ചോ, നിങ്ങൾ എവിടൊക്കെ തോറ്റുപോയോ, അവിടെയെല്ലാം കൃത്യമായിട്ട് ഭഗവാൻ നിങ്ങൾക്കൊപ്പം നിന്ന് നിങ്ങൾക്കൊരു പുതിയ പ്രകാശം ജീവിതത്തിൽ തരും എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് മഹാഭാരതം കഥയിലൂടെ മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ ദുഃഖങ്ങളൊന്നും പെർമനന്റ് അല്ല. നിങ്ങൾ ഇപ്പം നിൽക്കുന്ന ഒരു വേദനകളും ഒരു ദുഃഖങ്ങളും സ്ഥിരമായിട്ടുള്ളതല്ല, ടെമ്പററിയാണ്. നമ്മൾ കഴിഞ്ഞ കാലം അനുഭവിച്ചതിന്റെ വേദനകളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. പക്ഷേ ഒരു നിഴലായി നിങ്ങളുടെ കൂടെ ആരുണ്ട്? സാക്ഷാൽ ഗുരുവായൂരപ്പനുണ്ട്. ആ ഗുരുവായൂരപ്പൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകണ്ട എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഭഗവാന്റെ ജപം, ഹരേ കൃഷ്ണ മഹാമന്ത്രം മുടക്കരുത്, നോൺ വെജ് കഴിക്കരുത്, ചായയും കാപ്പിയും കുടിക്കരുത്, ഉള്ളിയും വെളുത്തുള്ളിയും സവാളയും കുറച്ചെങ്കിലും ഒഴിവാക്കുക, 16 മാല ജപിക്കുക, ക്ലാസ് കേൾക്കുക, ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം അത് മറക്കാതെ ഇരിക്കുക, ശ്രവിക്കുക, ക്ലാസ്സുകളിൽ കൃത്യമായിട്ട് വരിക, ഭഗവാന്റെ നാമം പറയുക, ഭഗവാനെ സ്മരിക്കുക, അദ്ദേഹത്തിന്റെ ഭക്തർക്കും അദ്ദേഹത്തിനും പാദസേവനം ചെയ്യുക, ക്ഷമിക്കുക, സഹിക്കുക, ചിരിക്കുക, ചിന്തിക്കുക. അങ്ങനെ നമ്മൾ നല്ല മനസ്ഥിതിയുള്ള ആളുകളായിട്ട് നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഭഗവാന്റെ കൃപാകടാക്ഷം നമ്മൾക്കുള്ളിൽ വരും. മനസ്സിലായില്ലേ? ആരോടും ദേഷ്യം വെക്കേണ്ട, ആരോടും വാശി വെക്കേണ്ട. കൊടുക്കേണ്ടത് കൊടുക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് എണ്ണി 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 ഭഗവാൻ കൊടുക്കും. അത് കാണാനും നമ്മൾ ആഗ്രഹിക്കേണ്ട. അതൊക്കെ ഭഗവാന്റെ ഡിപ്പാർട്ട്മെന്റ്. അതൊക്കെ ഭഗവാൻ കറക്റ്റായിട്ട് കൊടുത്തോളൂ. നമ്മൾക്കത് കാണുകയും ചെയ്യേണ്ട, അറിയുകയും ചെയ്യേണ്ട, അങ്ങനെ ഒരു ആഗ്രഹവും നമ്മൾക്കില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവാം. ഓക്കെ? അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ് ശ്രീ മഹാഭാരതം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ശുഭരാത്രി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? റിപ്ലൈ തരൂ. യെസ്, സുധി പാലത്തിങ്കൽ പ്രഭു പറഞ്ഞിരിക്കുന്നു. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം പറയൂ ഭക്തരെ. എന്താണ് ക്ലാസ്സിനെ കുറിച്ചുള്ള ഭക്തരുടെ അഭിപ്രായം? ഓഹോ, വിജയലക്ഷ്മി മാതാജി ക്ലാസ് മൊത്തം കണ്ടിട്ട് ഇപ്പം പറയാൻ നെറ്റ് കിട്ടുന്നില്ലെന്ന്. സമ്മതിക്കൂല, ഞാൻ റീചാർജ് ചെയ്യും, എന്നിട്ട് എനിക്ക് ഇപ്പം പറഞ്ഞു തരണം ക്ലാസ് എങ്ങനെയുണ്ടെന്ന്. അങ്ങനെ വിടാൻ പറ്റൂലല്ലോ അല്ലേ? ഇല്ലെങ്കിൽ ഞങ്ങൾ അവിടെ വരും ചിരിക്കാൻ. സുധി പ്രഭുവിന്റെ വീട്ടിൽ ചിരിക്കാൻ പോകുന്ന പോലെ ഞങ്ങൾ അങ്ങോട്ട് വരും. സുജ മാതാജി പറഞ്ഞു സൂപ്പർ ക്ലാസ് അമ്മൂന്ന്. താങ്ക് യു. എന്താ യെസ് 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 എന്ന് ഇടുന്നത്? ലത മാതാജി എല്ലാവരും യെസ് ഇടുന്നു. എന്താണ്? ഇഷ്ടപ്പെട്ടു എന്നാണോ പറയുന്നത്? ഓക്കെ, ഫൈൻ ഫൈൻ. ഇഷ്ടപ്പെട്ടു. ഹരേ കൃഷ്ണ. യെസ്, സൂപ്പർ ക്ലാസ്. മഹാഭാരതമൊക്കെ എത്ര സിമ്പിൾ ആണല്ലേ? നമുക്ക് വേഗം മനസ്സിലാവാൻ പറ്റുന്നില്ലേ? മഹാഭാരതം മനസ്സിലാവുന്നു, ഗീത മനസ്സിലാവുന്നു. കൃഷ്ണൻ പറഞ്ഞതുപോലെ ഇതൊന്നും എൻ്റെ കഴിവല്ല. ദേ നമ്മൾക്ക് പിന്നിൽ ഒരാൾ ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഞാൻ എല്ലാം മനസ്സിലാക്കി തരും എന്നും പറഞ്ഞുകൊണ്ട് ആളാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ, ഞാനല്ല. പറയാനുള്ള എനർജി തരുന്നു, മനസ്സിലാക്കാനുള്ള എന്താ പറയുക കഴിവ് നിങ്ങൾക്കും തരുന്നു. ഭഗവാൻ നമ്മളെ രണ്ട് കൂട്ടരെയും ഇങ്ങനെ മാറോടണച്ചു പിടിച്ചിരിക്കുകയാണ്. നാളെയും നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ വിട്ടുതള്ളുക, പോകാൻ പറയാം. പ്രശ്നങ്ങളല്ലേ, അത് നമ്മൾ ഫേസ് ചെയ്തോളൂ എന്ന് തന്നെ പറയാം. വരാനുള്ളതൊക്കെ വരും, അതിനെയൊക്കെ നമ്മൾ തരണം ചെയ്യും. എന്ത് പ്രശ്നങ്ങളാണെങ്കിലും ശരി, ആ ഭാവത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ? ചിന്തിക്കേ ചെയ്യരുത് ഒന്നിനെ കുറിച്ചും. സുഖമായിട്ട് സന്തോഷമായിട്ട് നല്ല ഹാപ്പി ആയിട്ട് ഭഗവാനെ വിചാരിച്ച് എന്ത് ചെയ്യാം? കിടന്നുറങ്ങുക. നല്ല സമാധാനമായിട്ട് കിടന്നുറങ്ങുക. നല്ല ടെൻഷൻ ഇല്ലാതെ കിടന്നുറങ്ങുക. കിടക്കുമ്പോൾ ഒന്നും ചിന്തിക്കരുത്. ഓക്കെ?
ഓ, ഇഷ്ടപ്പെട്ടു എന്നാണ് യെസിലൂടെ പറയുന്നത്. ശരി മുതലാളി, അറിഞ്ഞില്ല മുതലാളി. ഉത്തരവ് അടിയൻ. താങ്ക് യു ബിജി പ്രഭു. രാത്രി കിടക്കുമ്പോൾ ഒന്നിനെ കുറിച്ചും ചിന്തിക്കരുത്. ജയ് ശ്രീരാം, ജയ് ശ്രീരാം, ജയ് ശ്രീരാം, ജയ് ശ്രീരാം, ജയ് ശ്രീരാം, ജയ് ശ്രീരാം എന്ന് തന്നെ ആലോചിച്ച് കിടക്കാം. അല്ലെങ്കിൽ രാം 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 എന്ന് ആലോചിച്ച് കിടക്കാം. എന്നിങ്ങനെ ജപിച്ചുകൊണ്ട് കിടക്കാം. അപ്പൊ എന്താ ഉണ്ടാവാന്നറിയോ? അങ്ങനെ ജപിക്കുന്ന സമയത്ത് രാമനാമം എവിടെയുണ്ടോ അവിടെ ആഞ്ജനേയ സ്വാമി ഉണ്ട്. ആഞ്ജനേയ സ്വാമി വരുന്ന സമയത്ത് നമുക്ക് മനസ്സിന് ധൈര്യവും സമാധാനവും ശക്തിയും എല്ലാം ലഭിക്കും. ഓക്കെ, രാമനാമത്തിൽ ആഞ്ജനേയ സ്വാമിന്റെ ജയ് സീതാറാം എന്ന് വേണം പറയാൻ വേണ്ടിട്ടോ. സന്തോഷ് ചേട്ടാ നമസ്കാരം, ഹരേ കൃഷ്ണ. അപ്പം അങ്ങനെ നമ്മൾ ജപിച്ചുകൊണ്ട് കിടന്നുറങ്ങുക. ശാന്തിയും സമാധാനവും ഒക്കെ ഉണ്ടാവും. ജീവിതത്തിൽ എവിടെയും തളർന്നു പോവില്ല. എൻ്റെ മഞ്ജരീസ് കുടുംബത്തെ ഞാൻ എൻ്റെ ഹൃദയത്തോടു കൂടി ചേർത്ത് പിടിച്ചിരിക്കുന്നു. എല്ലാ ദിവസവും എൻ്റെ മഞ്ജരീസ് കുടുംബത്തിന് വേണ്ടി ഹൃദയം തുറന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കിച്ചൂട്ടൻ നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഉണ്ടാവും. ഞാൻ എന്നും എൻ്റെ ആദ്യത്തെ പ്രാർത്ഥന, കിച്ചൂട്ടാ ഒരു കാരണവശാലും ഇന്ന് എൻ്റെ മഞ്ജരീസ് കുടുംബത്തിലുള്ള ഒരാൾക്കും പ്രതിസന്ധികൾ വരരുത്. അവരുടെ പ്രതിസന്ധികളിൽ അങ്ങ് ഓടിയെത്തണം കിച്ചൂട്ടാ. അവരുടെ പ്രതിസന്ധികൾ തീർത്തു കൊടുക്കണം. നമ്മളോട് കൂടി നിൽക്കുന്നവരാണ്. അവർക്ക് ഒരു ആപത്തും ഉണ്ടാവരുത്. ഓ, ചെറു സൂപ്പർ. ഞാനിതീന്ന് എണീക്കാറില്ല. അടിപൊളി. ഞാനിപ്പോൾ എന്ത് വർക്ക് ചെയ്യണമെങ്കിലും ഇവിടെ വന്നിരുന്നാ ചെയ്യാം. ഇവിടെ വന്നിരുന്ന സുഖമായിട്ട്. ചെയർ കിട്ടിയതുകൊണ്ട് ഇന്ന് കുറേ പേരെ മെസ്സേജ് നോക്കിയിട്ടുണ്ട്. 5 o'clock ഒരു 100-150 മെസ്സേജ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്ത് സുഖമെന്നാണ് ഇതിൽ ഇങ്ങനെ ഇരിക്കാൻ. ചില സമയത്ത് മെസ്സേജ് നോക്കി ഇന്നലെ രാത്രിയൊക്കെ ഞാനിങ്ങനെ കുറച്ച് മെസ്സേജൊക്കെ നോക്കി ഇങ്ങനെ ഇതിൽ തന്നെ കിടന്നുറങ്ങിപ്പോയി. പണ്ട് പഠിക്കാനിരിക്കുമ്പോൾ ബുക്ക് വെച്ച് ടേബിളിൽ ഇരുന്ന് ഉറങ്ങുന്നത് പോലെ സുഖമായിട്ട് ഇതിൽ കിടന്നുറങ്ങി. താമരപ്പൂവോ? ഏത് താമരപ്പൂവ്? ദേവിയുടെ കയ്യിലെ താമരപ്പൂവാണോ ചോദിക്കുന്നത്? ദേവിയുടെ കയ്യിലെ താമരപ്പൂ മാറ്റി. അത് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഡസ്റ്റായി. അപ്പൊ അത് മാറ്റിയിട്ട് ഒരു ഫ്ലവർ പോട്ട് കൊടുത്തു. ആ ഫ്ലവർ പോട്ടിൽ ഇങ്ങനെ ശ്രീമതി രാധാറാണി കുറെ ഫ്ലവേഴ്സും കുറെ എന്താ പറയാ കുറച്ച് ചെറിപ്പഴങ്ങളെല്ലാം കൂടെ വെച്ച് അങ്ങനെ ഫ്ലവർ പോട്ടും ആയിട്ടാണ് ഇപ്പൊ ഇരിക്കുന്നത്. താമരപ്പൂ ഊരിയെടുത്തു. ഇനിയിപ്പോ ഒരു 6 months കഴിഞ്ഞാൽ ദേവി ഇപ്പൊ പച്ച കളറ് സാരിയിൽ ഉടുത്തിരിക്കുന്നത്, ആ കളർ മാറ്റി ഇനി ഒരു വേറെ ഏതെങ്കിലും ഒരു, എനിക്ക് തോന്നുന്നു വൈറ്റ് കളർ, അങ്ങനെ ഏതെങ്കിലും ഒരു കളറിലേക്ക് ദേവിയെ മാറ്റും. ഇപ്പൊ രണ്ടുപേരും ഓൾമോസ്റ്റ് ഗ്രീനിലായി. ഇനി ഒരു 6 months കഴിയുമ്പം നമ്മൾ അത് മാറ്റും. അത് മാറ്റിയിട്ട് ഇതാക്കും, വേറെ കളറാക്കും. അങ്ങനെ എവറി 6 months നമ്മളിങ്ങനെ കിച്ചൂട്ടനെയും ശ്രീമതി രാധാറാണിയും കളേഴ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ആ പിങ്ക്, ഇപ്പൊ പിങ്ക് ഉണ്ട്. ഇനി പിങ്ക് ആൻഡ് വൈറ്റ് അങ്ങനെ ഏതെങ്കിലും ഒരു ബേബി പിങ്ക് അങ്ങനെ ഏതെങ്കിലും ഒരു, അതെ, അങ്ങനെ എന്തെങ്കിലും ഒരു കളർ കൊടുത്തിട്ട് മാറ്റും. കാരണം വേറൊന്നുമല്ല, നമ്മൾ ഈ ഹാരം ഇടുന്നത് കൊണ്ടേ ഹാരത്തിൽ വെള്ളം ഉണ്ടാവും. അപ്പം ഇത് ഭഗവാന്റെ ഈ ഐഡൽ എന്ന് പറയുന്നത് പൾപ്പും അല്ല ഫൈബറും അല്ല, വേറെന്തോ ഒരു മെറ്റീരിയലാണ്. കാരണം ഇത് എനിക്ക് 2011 കിട്ടിയതാ. അപ്പൊ ആ സമയത്ത് ഫൈബർ ഇല്ലാന്ന് തോന്നുന്നു എനിക്ക്. അപ്പം എന്തായാലും ഭഗവാന്റെ ആ ഇതില് കുറച്ചൊക്കെ കറകള്, പൂക്കളുടെ കറകൾ ഇതൊക്കെ വീഴും. അപ്പൊ അതിന്റെ ആ ഒരു അത് നമുക്ക് ഭയങ്കര വിഷമമാണ്. പിന്നെ ഇങ്ങനെ തുടയ്ക്കാനും അതൊന്നും പറ്റില്ല. അപ്പൊ നമ്മൾ എവറി 6 months ഭഗവാനെ ഇങ്ങനെ ഇതാക്കിക്കൊണ്ടേയിരിക്കും. പിങ്ക് മതിയെങ്കിൽ നമുക്ക് പിങ്ക് ചെയ്യാം. അടുത്ത ഇപ്പൊ റീസൺലി നമ്മൾ പിങ്ക് അല്ലേ ചെയ്തത്? ദേവി വരുന്ന സമയത്ത് പിങ്ക് ആയിരുന്നു അല്ല, ഇപ്പൊ அவங்க വന്നപ്പോൾ പിങ്ക് தான் ആയിരുന്നു. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു അട്രാക്റ്റീവ് കളർ ആക്കിയിട്ട് നമ്മൾ ചെയ്യും. അവർക്കും വേണ്ട ഒരു ചേഞ്ച്. അതിന് വേണ്ടിയിട്ട് താമരപ്പൂ മാറ്റി ഇപ്പൊ ഒരു പോട്ടാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ അപ്പം എല്ലാവർക്കും കിച്ചൂട്ടന്റെയും ശ്രീമതി രാധാറാണിയുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ. നാളെ രാവിലത്തെ ഗീതാ ക്ലാസ്സിൽ കാണാം. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണ അർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവന പ്രിയേഷൻ കി ജയ്. ഗുഡ് നൈറ്റ്. ഹരേ കൃഷ്ണ. ശുഭരാത്രി.